എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ CSEBയുടെ എക്സാമിൻ്റെ ഡേറ്റ് ഇനി അടുത്തു. ഒക്ടോബർ 12-ാം തീയതി, അതായത് അടുത്ത സൺഡേയിൽ, അത് കഴിഞ്ഞ് നവംബർ 2-ാം തീയതിയും പിന്നെ നവംബർ 23-ാം തീയതിയുമാണ് ജൂനിയർ ക്ലർക്ക് എക്സാം എന്ന് അല്ലേ. ഇപ്പോഴേ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ കാണാതെ പഠിച്ച് അതിൻ്റെ പുറകിലൊന്നും പോകണ്ട. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും മാക്സിമം പഠിക്കാനായിട്ട് നോക്കണം. അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ, കണക്റ്റഡ് കാര്യങ്ങൾ, ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വേറൊരു കാര്യമായിരിക്കും, അതുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമായിരിക്കും. ആ സെയിം ചോദ്യം വരണം എന്നൊന്നുമില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി എടുത്തിടുന്ന ആ ഒരു സ്ട്രക്ചറൊക്കെ മാറി. കഴിഞ്ഞ പ്രാവശ്യം സിലബസ് തന്നതുകൊണ്ടാണ് അത്രയും സിമ്പിളായിട്ടുള്ളൊരു എക്സാം വന്നത്. എപ്പോഴും അത് പ്രതീക്ഷിക്കരുത്. ഓക്കെ, നമുക്കറിയാം മൂന്ന് എക്സാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, എല്ലാവരും അടുത്ത എക്സാമിന് എഴുതാം, അടുത്ത എക്സാം അങ്ങനെ ചിന്തിക്കേണ്ട. അപ്പോൾ 12-ാം തീയതി തന്നെയാണ് നിങ്ങളുടെ എക്സാം. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചോദിച്ച കോസ്റ്റിങ്ങിലെ ഒരു ചോദ്യമായിരുന്നു വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കുമോ, അതോ പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യുമോ, ഫ്ലക്ച്വേറ്റ് ചെയ്യുമോ വിത്ത് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ? ദെൻ അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റ് വിത്ത് വോളിയം ഓഫ് സെയിൽസ്. ദെൻ ഇതൊന്നുമല്ലേ? നോക്കിക്കേ, അടുത്തൊരു ചോദ്യം നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് 2025 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 5 ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസിനകത്ത് 20 മാർക്കാണ് അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും കൂടി നമുക്ക് തന്നിരിക്കുന്നത് ജൂനിയർ ക്ലർക്കിൻ്റെ സിലബസിൽ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ബാങ്കിങ്ങും. 20 മാർക്ക്. ദെൻ കോർപ്പറേഷൻ 15, കോപ്പറേറ്റീവ് ലോ 15. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നോക്കിക്കേ, ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഏത് ടൈപ്പ് കോസ്റ്റിംഗ് ആണ് ഷുഗർ ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങിനകത്ത് വന്നൊരു ചോദ്യമാണേ. ദെൻ അടുത്തൊരു ചോദ്യം നോക്കിക്കേ, പീരിയഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുമോ, അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കുമോ? അതുപോലെ തന്നെ ഓവർഹെഡ് ആണോ ഇത്? പീരിയഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർഹെഡ് ആണോ എന്നുള്ളത് ഇതും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു 2-3 ചോദ്യം എന്തായാലും ഉറപ്പിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആവുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. മെത്തേഡ് ഓഫ് കോസ്റ്റിങ്. ഏതൊക്കെ കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണുള്ളത്? ഒന്നാമത്തത് ജോബ് കോസ്റ്റിങ്. പേരിൽ തന്നെയുണ്ട് ജോബിനനുസരിച്ചുള്ള കോസ്റ്റിങ്, ജോബ് കോസ്റ്റിങ്. നോക്കിക്കേ, ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ജോബ്സ്. ഓരോ സ്പെസിഫിക് ജോബ്സിനനുസരിച്ചായിരിക്കും അതിനുണ്ടാകുന്ന കോസ്റ്റ് തീരുമാനിക്കുന്നത്. കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നോക്കിക്കേ, അസർട്ടൈൻഡ് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ജോബ്സ്. അതല്ല എന്നുണ്ടെങ്കിൽ വിച്ച് ആർ നോട്ട്. ഇതൊരിക്കലും അല്ലെങ്കിൽ എന്തായിരിക്കും, സ്പെസിഫിക് ജോബിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറിനനുസരിച്ചായിരിക്കും. ഇതൊരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, മറ്റൊന്നുമായി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് കമ്പയറബിൾ വിത്ത് ഈച്ച് അതർ. പരസ്പരം കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എക്സാമ്പിളൊക്കെ നോക്കിക്കേ. എക്സാമ്പിൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത്. പ്രിൻറ്റിങ് പ്രസ് ആയിക്കോട്ടെ, റിപ്പയർ ഷോപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഗാർഗേജസ്, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ സ്പെസിഫിക് ജോബ്സിനനുസരിച്ച് അല്ലെങ്കിൽ ഓർഡറിനനുസരിച്ച് വരുന്ന കോസ്റ്റിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ജോബ് കോസ്റ്റ്. മറന്നു പോകരുത്. ദെൻ ഏതൊക്കെയാണ് എക്സാമ്പിൾ? റിപ്പയേഴ്സ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ തന്നെ പ്രിൻറ്റിങ് പ്രസ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ ആണേ. ദെൻ അടുത്ത നോക്കിക്കേ, കോൺട്രാക്റ്റ് കോസ്റ്റിങ്. കോൺട്രാക്റ്റ് കോസ്റ്റിങ് നമുക്ക് അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു കാര്യം ആലോചിക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? നമ്മൾ വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു കോൺട്രാക്ടറിനെ സമീപിച്ച് അദ്ദേഹത്തിനല്ലേ കൊടുക്കുന്നത്. സോ അത് ഓർത്താൽ മതി. നോക്കിക്കേ, എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ദ ടേം ഈസ് യൂഷ്വലി അപ്ലൈഡ് ടു ദ കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റഡ് വെയർ ലാർജ് സ്കെയിൽ ഓഫ് കോൺട്രാക്ട് അറ്റ് ഡിഫറൻറ്റ് സൈറ്റ്. ഇപ്പോൾ ഓരോ സൈറ്റിലും ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകളുടെയും ഒക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കുന്ന വീടിൻ്റെ എമൗണ്ട് ആയിരിക്കത്തില്ലല്ലോ 2000 സ്ക്വയർ ഫീറ്റിന് വരുന്നത്, വേരി ചെയ്യുമല്ലോ. അതുപോലെ ദിസ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടേം ഉദ്ദേശിക്കുന്നത്
ഈ ടേം എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? കോസ്റ്റിംഗ് മെത്തേഡാണ് അഡോപ്റ്റഡ് വേർ ലാർജ് സ്കെയിൽ കോൺട്രാക്ടേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് സൈറ്റ്സ് ആർ ക്യാരിഡ് ഔട്ട്. നോക്കിക്കേ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഡാം കൺസ്ട്രക്ഷന്, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് മെത്തേഡാണ്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചത്, ജോബ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും. ജോബിൻ്റെ അനുസരിച്ച് സ്പെസിഫിക് ഓർഡറിനനുസരിച്ച് ചെയ്യുന്ന ആ കാറ്റഗറിയിൽ വരുന്ന കോസ്റ്റിംഗ് മെത്തേഡാണെന്ന് പറയുന്നത് ജോബ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഓട്ടോമൊബൈൽ ഗാർഗേജസ്, അതുപോലെ തന്നെ റിപ്പയർ ഷോപ്പ് ആയിക്കോട്ടെ, ദെൻ പ്രിൻറ്റിംഗ് പ്രസ്, അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ, ഡാം കൺസ്ട്രക്ഷനെ, ഓക്കെ, അതിന് ഓരോ സൈറ്റിലെയും പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനനുസരിച്ച് എമൗണ്ടുകൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ ടൈപ്പ് ഇതിന് കോസ്റ്റിംഗ് മെത്തേഡിന് പറയുന്ന പേരാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. എക്സാമ്പിൾ സഹിതം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് നോക്കാം. ബാച്ച് കോസ്റ്റിംഗ് നോക്കിക്കേ, ബാച്ച്. ദിസ് മെത്തേഡ് ഈസ് ആൾസോ എ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റ്. ജോബ് കോസ്റ്റിനെ പോലെ ഒരു ടൈപ്പ് ഒരു കോസ്റ്റാണ്. ജോബ് കോസ്റ്റ് പോലെയാണെന്ന് തോന്നും, പക്ഷേ ജോബ് കോസ്റ്റ് അല്ല. മനസ്സിലായോ? ജോബ് കോസ്റ്റ് പോലെയുള്ള ഒരു കോസ്റ്റാണ് ഇത് ബാച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റ് റിഗാർഡ് ആസ് വൺ ജോബ് ആൻഡ് ദി കോസ്റ്റ് ഓഫ് ദിസ് ഈസ് കംപ്ലീറ്റ് ബാച്ച്. എപ്പോഴാണ് കോസ്റ്റ് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് കംപ്ലീറ്റ് ബാച്ച് ഈസ് അസർട്ടൈൻഡ്. ഓക്കെ, ഒരു കംപ്ലീറ്റ് ബാച്ച് തീരുമ്പോഴാണ് അതിൻ്റെ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. ഒന്നും കൂടി നോക്കിക്കേ, ജോബ് കോസ്റ്റും ബാച്ച് കോസ്റ്റും ഒരുപോലെ തോന്നും, പക്ഷേ സെയിം അല്ല. ഈസ് എ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ദിസ് മെത്തേഡ് ഈസ് ആൾസോ എ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. ഈ ഒരു ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റ് ഈസ് റിഗാർഡഡ് ആസ് വൺ ജോബ്. ദെൻ ദ കോസ്റ്റ് ഓഫ് ദിസ് കംപ്ലീറ്റ് ബാച്ച് ഈസ് അസർട്ടൈൻഡ്. ഏതിനൊക്കെ അത് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് ഉണ്ടല്ലോ, ദെൻ ടോയ് മാനുഫാക്ചറിങ് എക്സെട്ര. അതെല്ലാം ഏതിന് ഉദാഹരണമാണ്? ബാച്ച് കോസ്റ്റിങ്ങിന് ഉദാഹരണങ്ങളാണ്. ദെൻ ഇതിനെ നമ്മൾ ലോട്ട് കോസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. അപ്പം ബാച്ച് കോസ്റ്റിങ്ങിന് പറയുന്ന വേറൊരു പേരാണ് ലോട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറയാം, നോക്കിക്കേ, ബാച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൾസോ എ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റ് ആണ്. ദെൻ എ ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റ്, ഒരേപോലെയുള്ള പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് അല്ല, ഒരേപോലെയുള്ള പ്രോഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ആകുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ ഒരേപോലെയുള്ള പ്രോഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഒറ്റ ഒരു ജോബായിട്ട് അതിനെ കണക്കാക്കുന്നത്, ഒറ്റ ഒരെണ്ണമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഓഫ് സിമിലർ പ്രോഡക്റ്റ് ഈസ് റിഗാർഡ് ആസ് വൺ ജോബ്. കണ്ടോ, ഒറ്റൊരു ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് ദി കോസ്റ്റ് ഓഫ് ദിസ് കംപ്ലീറ്റ് ബാച്ച് ഈസ് അസർട്ടൈൻഡ്. അതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ്, ദെൻ ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയൊക്കെ ഏതൊരു ഉദാഹരണമാണ്? ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങിനകത്താണ് വരുന്നത്? ബാച്ച് കോസ്റ്റിങ്ങിനകത്താണ് വരുന്നത്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ലോട്ട് കോസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ ആണേ. ദെൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ കോസ്റ്റിംഗ്. എന്താണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വെൻ ഇറ്റ് ഈസ് ഡിസൈഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ക്യാരിങ് ഔട്ട് ആൻ ഓപ്പറേഷൻ ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചിലവായി എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? ഓപ്പറേഷൻ കോസ്റ്റിങ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായ ചിലവ്. മനസ്സിലായോ? ദെൻ അതുപോലെ തന്നെ വെൽഡിങ്, കട്ടിങ്. അതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡ് ചെയ്യാൻ എത്ര രൂപയായി, അല്ലെങ്കിൽ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര രൂപയായി. അതുപോലെ തന്നെ ഡ്രില്ലിങ് വർക്ക്, കുഴിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയായി. അത്തരം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ കോസ്റ്റിംഗ്. അപ്പം നമ്മൾ പറഞ്ഞത് ഏത് ടൈപ്പാണ്? ജോബ് കോസ്റ്റ് പറഞ്ഞു, ബാച്ച് കോസ്റ്റ് പറഞ്ഞു, കോൺട്രാക്റ്റ് കോസ്റ്റ് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവുന്ന ചിലവുകൾ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര രൂപ ചിലവായി എന്നുള്ളതിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന പേരാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ദെൻ ഇതിനകത്തേക്ക് എക്സാമ്പിൾ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കണം. എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പം ഈ ഷുഗർ ഫാക്ടറീസുമായി ബന്ധപ്പെട്ട് ഷുഗർ ഫാക്ടറീസ് ഏത് കോസ്റ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പ്രോസസ് കോസ്റ്റ്.
അതിപ്പോൾ എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം കണ്ട സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിലെ എക്സാമിലും ചോദിച്ചായിരുന്നു, അതിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു വർഷവും ചോദിച്ചായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ റിപ്പീറ്റഡ് വരാറുണ്ട്. കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോൾ എക്സാമ്പിൾ മാറ്റി മാറ്റി വന്നേക്കാം. ദെൻ എന്തേലും ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലാകുന്ന ചിലവ്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായി എന്നുള്ളതിന് ആ ഒരു കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രില്ലിംഗ് വർക്കിന് എത്ര രൂപയായി, ദെൻ കട്ടിങ്ങിന് എത്രയായി, ദെൻ വെൽഡിങ്ങിന് എത്രയായി, ഇതൊക്കെ മനസ്സിലായോ? ദെൻ അടുത്ത നോക്കിയേ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനെ നമ്മൾ ദിസ് മെത്തേഡ് ആപ്ലിക്കബിൾ. അതുപോലെ തന്നെ സർവീസ് കോസ്റ്റിങ്, ഓപ്പറേറ്റിംഗ് അഥവാ സർവീസ് കോസ്റ്റിങ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അഥവാ സർവീസ് കോസ്റ്റിങ്, ഇത് രണ്ടുകൂടെ തിരിഞ്ഞു പോകരുത്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. മറ്റേത് സർവീസ് കോസ്റ്റിംഗ് ആണ്. സർവീസ് കോസ്റ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ലോട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ സർവീസ് കോസ്റ്റിംഗ് അഥവാ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അഥവാ സർവീസ് കോസ്റ്റിംഗ്. നോക്കിക്കേ, ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ വേർ സർവീസസ് ആർ റെൻഡേഡ് റാദർ ദാൻ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ സർവീസ് ചെയ്തു, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്നത് എന്താ? ഹോസ്പിറ്റലിൽ നമ്മൾ പോയി വല്ല സാധനം വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല, അവർ തരുന്ന സർവീസിനാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ ഫീസ് അടയ്ക്കുന്നു, എയ്ഡഡ് സ്കൂളുകളിലെ കാര്യമല്ല, CBSE സ്കൂളുകളിൽ ഫീസ് അടയ്ക്കുന്നു. എന്താണ്? അവിടെ നിന്ന് വല്ല സാധനം കിട്ടുന്നുണ്ടോ? എന്താണ്? സർവീസിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, അല്ലേ? എന്നതുപോലെ സർവീസിന് കൊടുക്കുന്ന ചാർജിനെ, സർവീസിന് കൊടുക്കുന്ന കോസ്റ്റിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അഥവാ സർവീസ് കോസ്റ്റിംഗ്. ഒന്നും കൂടി പറയാം, ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ വെയർ സർവീസസ് ആർ റെൻഡഡ് റാദർ ദാൻ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. നോക്കിക്കേ, റെയിൽവേസ്, ടെലിഫോൺ സർവീസസ്, ദെൻ അതുപോലെ തന്നെ ഇലക്ട്രിക് കമ്പനീസ്, ഹോസ്പിറ്റൽ സർവീസസ് എല്ലാം ഏതിന് ഉദാഹരണമാണ്? ഓപ്പറേറ്റിംഗ് അഥവാ സർവീസ് കോസ്റ്റിങ്ങിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണേ? അടുത്ത് നമുക്ക് നോക്കാം. ദെൻ പ്രോസസ് കോസ്റ്റിംഗ്, അതായത് ഒരു ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവായ കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, വേറെ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ്. അതല്ല എന്നുണ്ടെങ്കിൽ പ്രോസസ്സ്, ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് പല സ്റ്റേജുകൾ കടന്നാണ് ഒരു ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്, അല്ലയോ? ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ഓൺ പ്രോസസ്സസ് ബീയിങ് ദ ഇൻപുട്ട് ഓഫ് ദ സബ്സിക്വൻറ്റ് പ്രോസസ്സസ്. അതായത് നമ്മൾ ഇപ്പോൾ ഷുഗർ ഫാക്ടറിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. കരിമ്പൊരിടത്ത് കൃഷി ചെയ്യുന്നു, അതവിടുന്ന് അടുത്തുനിന്ന് കട്ട് ചെയ്യുന്നു, പിന്നെ അത് പല പ്രോസസ്സ്, അവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അടുത്തൊരു പ്രോസസ്സിൽ ഇൻപുട്ടായിട്ട് മാറുന്നു, അവിടുന്ന് കിട്ടുന്ന ആ ഔട്ട്പുട്ട് അടുത്തടുത്ത് ഇൻപുട്ടാകുന്നു. മനസ്സിലായോ? ഇങ്ങനൊരു പ്രോസസ്സ് ചെയ്ത് ഏറ്റവും അവസാനമല്ലേ ഷുഗറായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമ്മൾ വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചായക്കകത്തൊക്കെ ഇടുന്ന ഷുഗറായിട്ട് നമുക്ക് കിട്ടുന്നത്. എനിവേ, നമുക്ക് നോക്കാം. ഒന്നുകൂടെ പറയാം. വേറെ പ്രോഡക്റ്റ് പാസസ് ത്രൂ ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേജസ് ഓർ പ്രോസസ്സസ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ്സസ് ബീയിങ് ദ ഇൻപുട്ട് ഓഫ് ദ സബ്സിക്വൻറ്റ് പ്രോസസ്സസ്. ദിസ് ഫ്രീക്വൻ്റ്ലി ഡിസൈഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രോസസ് ഓർ പ്രൊഡക്ഷൻ. അതായത് ഓരോ സ്റ്റേജിലും എത്ര രൂപയായി എന്നത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഒരു സാധനത്തിൻ്റെ വില എങ്ങനെ ഇടുന്നേ? ഒരു സാധനത്തിൻ്റെ വില നമ്മളെങ്ങനെ ഇടും? ഓരോ പ്രോസസ്സുകൾ താണ്ടി ഇവരെത്രയാണോ എത്തിയത് അതിനെല്ലാത്തിനും കൂടി ഓരോ സ്റ്റേജിലും ഉണ്ടായ ചിലവുകൾ നോക്കും. പിന്നെ നമുക്കുണ്ടായിട്ട് അടയ്ക്കേണ്ട ടാക്സ്, റെൻറ്റ്, അത് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ലാഭവും കൂടെ കൂട്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ പ്രോഡക്റ്റിന് വിലയിടുന്നത്, അല്ലേ? അതങ്ങനെയാണ്. അപ്പോൾ ഇതിനെ ഓരോ സ്റ്റേജിലും ഉണ്ടായ ചിലവുകൾ കണക്കാക്കാനും സബ്സിക്വൻറ്റ് ഇറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി ഡിസൈഡ് ടു അസർട്ടൈൻ ദി കോസ്റ്റ് ഓഫ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ദിസ് ഈസ് നോൺ ആസ് പ്രോസസ് കോസ്റ്റിംഗ്. ഇനി പറയുന്ന പേരെന്താണ്? ഇതിനാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ജനറലി അഡോപ്റ്റഡ് ടു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് കോസ്റ്റിംഗ് ആണ്? പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ദെൻ അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസ്, റിഫൈനറീസ്, ഷുഗർ മാനുഫാക്ചറിങ്, ദെൻ പെയിൻറ്റ് മാനുഫാക്ചറിങ്, ഇവരെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഏത് തരം കോസ്റ്റിംഗ് മെത്തേഡാണ്?
പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ്. കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരിടത്തു നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ഇൻപുട്ടായിട്ട് കൊടുക്കും, അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എടുത്ത് അടുത്ത ഇൻപുട്ടായിട്ട് കൊടുക്കും, അങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്നും പറയുന്നു, കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും പറയുന്നു. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് അതർവൈസ് കാൾഡ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞ കോസ്റ്റിംഗ് മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ഒന്ന് നോക്കിയേ, ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? അത് നമ്മൾ പറഞ്ഞ ജോബ് കോസ്റ്റിങ്ങിൻ്റെ കാര്യമായിരുന്നു അല്ലേ? ജോബ് കോസ്റ്റിംഗ് എന്താണ് നോക്കിക്കേ, ഒരു സിസ്റ്റമാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് സ്പെസിഫിക് ജോബിന്, അതല്ലെങ്കിൽ ഓർഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ഓർഡർ അല്ലെങ്കിൽ സ്പെസിഫിക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോബ് കോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഗാർഗേജസ്, അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് പ്രസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഏത് ടൈപ്പാണ്? ജോബ് കോസ്റ്റാണ് അവർ ഫോളോ ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് കോൺട്രാക്റ്റ് കോസ്റ്റ്. ആ വേർഡിനകത്ത് തന്നെയുണ്ട്. ഒരു സൈറ്റിൽ ഒരു ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പണിയാനോ ഒക്കെ എത്ര രൂപ കോസ്റ്റ് ആകും എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഇത് കോൺട്രാക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് തന്നെയുണ്ട് മെത്തേഡ് അഡോപ്റ്റഡ് ലാർജ് സ്കെയിൽ കോൺട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നതാണിത് അല്ലേ. ദെൻ അടുത്തത് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയായി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഏത് കോസ്റ്റ്? ബാച്ച് കോസ്റ്റ്. ദെൻ അതുപോലെ തന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ലോട്ട് ഓഫ് പ്രോഡക്റ്റ് ചിലപ്പോൾ അതിനകത്തുണ്ടാകും. മനസ്സിലാവും, ഒരൊറ്റ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത് ബാച്ച് ഓഫ് സിമിലർ പ്രോഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനുണ്ടായ ചിലവുകൾ. ദെൻ ഫാർമസ്യൂട്ടിക്കൽസ്, ബിസ്ക്കറ്റ് കമ്പനീസ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. അവർ അഡോപ്റ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഏതെന്ന് പറയുന്നത് ബാച്ച് കോസ്റ്റ്. ഒരു ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയായെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തയാണ് ഇത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ ആണ് കേട്ടോ, ഓപ്പറേഷൻ കോസ്റ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് ക്യാരിങ് ആൻ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്തു, അതിന് എത്ര രൂപയായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വെള്ളമില്ലായിരുന്നു, അതിന് വേണ്ടി വലിയൊരു കുഴി കുഴിച്ചു. ഡ്രില്ലിങ് എക്സാമ്പിളാണ്. ഒരു വെൽഡിങ് ജോലിക്കാരനെ കൊണ്ടുവന്ന് അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ വെൽഡിങ് വർക്ക് ഉദാഹരണമാണ്. ദെൻ കട്ടിങ്ങിന്, ഇതൊക്കെ ഏതൊരു ഉദാഹരണമാണ്? മറന്നു പോകരുത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉദാഹരണമാണ്. ഇതിനടുത്ത് എന്താ? പിന്നെ സർവീസ് കോസ്റ്റിംഗ് അഥവാ എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സർവീസ് കോസ്റ്റിംഗ് അഥവാ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലേ. ദെൻ നോക്കിക്കുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ ആണ്, അല്ലെങ്കിൽ അതിന് ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ആയി എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? സർവീസ് കോസ്റ്റിംഗ് അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം റെയിൽവേയിലെ ആയിക്കോട്ടെ, ദെൻ അതുപോലെ തന്നെ റെയിൽവേ സർവീസസ്, ദെൻ ടെലിഫോൺ ചാർജസിന്, ദെൻ ഇലക്ട്രിസിറ്റിക്ക്, ഹോസ്പിറ്റൽ സർവീസ്, ഇതെല്ലാം ഏതൊരു ഉദാഹരണമാണ്? സർവീസ് കോസ്റ്റിങ്ങിന് ഉദാഹരണമാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്റ്റേജസുകൾ ഉണ്ടായേക്കാം. ഈ ഓരോ സ്റ്റേജിലും ഉണ്ടായ എമൗണ്ടുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഇത് പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ഷുഗർ ഇൻഡസ്ട്രീസ്, പെയിൻറ്റിങ് കമ്പനീസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഡൗട്ടില്ല, മനസ്സിലായി അല്ലേ? ദെൻ അടുത്തത് നോക്കിക്കേ, യൂണിറ്റ് അതല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ഏതിനെയാണ് അങ്ങനെ പറയുന്നത്? നോക്കിക്കേ, എ കോസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് ascertained as a processes or series of processes, and the cost per unit is arrived at dividing the total cost by number of unit produced. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പ്രോസസ്സ്, നമ്മുടെ ഷുഗർ ഫാക്ടറീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു
എന്താ ഒരു പ്രോസസ്സ് ചെയ്ത് ഒരിടത്തു നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ അടുത്ത ഇൻപുട്ടായി മാറുന്നു, അവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ അടുത്തടുത്തോട്ട് ഇൻപുട്ടാക്കി മാറ്റുന്നു. അങ്ങനെ പല പ്രോസസ്സ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഫിനിഷിംഗ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന്. ഓക്കെ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. പ്രോസസ് കോസ്റ്റിങ്ങിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞു. സോ എന്നതുപോലെ ഇതിവർ പറയുന്നത് എന്താണ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടുന്ന എമൗണ്ടുകൾ കണ്ടുപിടിച്ച് ഒരു പ്രോഡക്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര രൂപയായോ, ഒരു പ്രോഡക്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലെത്താനായി എത്ര രൂപയായോ അതിനെ എത്ര എണ്ണമാണോ പ്രൊഡ്യൂസ് ചെയ്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയായി എന്ന് കണ്ടുപിടിക്കും. ഒരു കോസ്റ്റ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം ഷുഗറിനെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, പെർ കിലോഗ്രാം നമ്മൾ കണ്ടുപിടിക്കും. ടോട്ടൽ ഉണ്ടായ കോസ്റ്റ് എത്ര കിലോ, ഇത് ഇത്രയും കൂടി ചിലവാക്കിയ സമയത്ത് നമുക്ക് എത്ര കിലോ പഞ്ചസാര കിട്ടിയെന്ന് നോക്കും. എന്നിട്ട് ആ ടോട്ടൽ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, എത്ര കിലോയാണെന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ 1 കിലോയുടെ വില നമ്മൾ കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, യൂണിറ്റ് സിംഗിൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സിംഗിൾ ഓർ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ദ കോസ്റ്റ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് അസർട്ടൈൻഡ് ആസ് എ പ്രോസസ്സസ് ഓർ സീരീസ് ഓഫ് പ്രോസസ്സസ് ആൻഡ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് അറൈവ്ഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരെണ്ണത്തിന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ദെൻ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു ഇൻഡസ്ട്രീസ് ലൈക്ക് ബ്രിക്ക് മേക്കിംഗ്, മൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ബ്രിക്ക് മേക്കിംഗ്, മൈൻസും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ സിംഗിൾ ഔട്ട്പുട്ട് അഥവാ യൂണിറ്റ്, അതായത് ഒരെണ്ണത്തിന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ കട്ട കമ്പനിയിൽ ചെല്ലുന്ന സമയത്ത് ഒരു കട്ടയുടെ പൈസയല്ലേ ചോദിക്കുന്നത്, ഒരു കട്ട ഇൻറ്റു അല്ലേ. നമ്മളിപ്പം നമുക്കൊരു 100 കട്ട വേണം, ഒരു കട്ടയ്ക്ക് 20 രൂപയാണെന്നുണ്ടെങ്കിൽ 100 കട്ടയുടെ പൈസ അങ്ങനെയല്ലേ ചോദിക്കുന്നത്. അല്ലാതെ ഒരു ലോഡ് കട്ടയുടെ പൈസ അല്ലല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഈ ഒരെണ്ണത്തിൻ്റെ ചാർജ് നമ്മൾ കണ്ടുപിടിക്കും. മനസ്സിലായോ? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓരോ പ്രോസസ്സിലെയും ഷുഗർ ഫാക്ടറീസും പിന്നെ അതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ. അതും ഇതും കൂടി നമ്മൾ കൺഫ്യൂഷൻ അടിക്കുകയും ചെയ്യരുത്. ദെൻ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേജിലെയും കൂടി കണ്ടുപിടിക്കുന്ന ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പെർ യൂണിറ്റ് എത്ര എണ്ണം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യുന്ന കട്ട കമ്പനിക്കാർ അതുപോലെ തന്നെ മൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഏത് മെത്തേഡാണ്? യൂണിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. മറന്നു പോവല്ലേ കേട്ടോ. ദെൻ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് നോക്കിക്കേ. ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ ദെയർ ഈസ് എ വെറൈറ്റി ഓഫ് കമ്പോണൻസ് സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി അസംബ്ലിഡ് ഇൻ എ കോംപ്ലക്സ് പ്രൊഡക്ഷൻ. ദെൻ മാനുഫാക്ചറിങ് കൺസേൺസ് പ്രൊഡ്യൂസിങ്, അതായത് നമ്മൾ ഒരു മോട്ടോർ കാറ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചോ. അപ്പം ഒരുപാട് സാധനങ്ങൾ ചേർത്തെങ്കിൽ മാത്രമേ, മൾട്ടിപ്പിൾ പാർട്സുകൾ ചേർത്തെങ്കിൽ മാത്രമേ ഒരു കാറ് നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഒരെണ്ണമല്ല, പല സാധനങ്ങൾ ചേർത്തിട്ടാണിത് നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയായിരിക്കും ഒരു പ്രോഡക്റ്റിന് വിലയിടുന്നത്. ദെൻ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് യൂസ്ഡ് ദെയർ എ വെറൈറ്റി ഓഫ് കമ്പോണൻസ് സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി അസംബിൾഡ്. സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സബ്സിക്വൻ്റ് ആയിട്ട് അത് അസംബിൾ ചെയ്യുന്നു, എന്നിട്ട് ഇൻ എ കോംപ്ലക്സ് പ്രൊഡക്ഷൻ എല്ലാം കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്തിട്ടാണ് ഒരു കാർ നിർമ്മിക്കുന്നത്. ഓക്കെ, ദെൻ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിനെന്ത് ചെയ്യും, അതിന് എത്ര രൂപയായി എന്നുള്ളത് കണ്ടുപിടിക്കും. സെപ്പറേറ്റ് ഉള്ള പല സാധനങ്ങളെ ചേർത്തിട്ട് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റും. ഉദാഹരണത്തിന് കാറ് തന്നെ ആക്കി മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി വിലയും പിന്നെ നമുക്കുണ്ടായ ചിലവുകളും എല്ലാം കൂടെ കൂട്ടി ലാഭവും കൂട്ടിയിട്ട് ആ പ്രോഡക്റ്റിന് നമ്മൾ വിലയിടും. ഓക്കെ, അതിന് പറയുന്ന ആ ടൈപ്പ് കോസ്റ്റിംഗ് മെത്തേഡിന് പറയുന്ന പേരാണ് ഏത്, കോമ്പോസിറ്റ് കോസ്റ്റിംഗ് അഥവാ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ഷുഗർ ഫാക്ടറിയുടെ കാര്യം പറയുമ്പോൾ ആ ഒരു ഷുഗറിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ, അതിനകത്ത് വേറൊരു സംഭവം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതിനെ ഓരോ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നത്. ഇത് ഓരോ ടൈപ്പ് സാധനങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ പിന്നീട് പറഞ്ഞ ഈ കോസ്റ്റ് എന്താണ്, യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റേജസ് കഴിഞ്ഞോ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഓരോ സ്റ്റേജിലും ഉണ്ടായ എമൗണ്ടുകൾ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം, ഇപ്പോൾ 1000 കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപയായി എന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും,
10,000 ഡിവൈഡ് ബൈ 1000 അങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുന്ന മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് അല്ലെങ്കിൽ സിംഗിൾ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. എക്സാമ്പിൾ ചോദിക്കത്തുള്ളൂ, എപ്പോഴും എക്സാമ്പിളാണ് ചോദിക്കുന്നത്. ദെൻ അടുത്തത് കോമ്പോസിറ്റ്. ഒരു കാറ് നിർമ്മിക്കുന്ന കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പല പല സാധനങ്ങൾ അസംബിൾ ചെയ്തിട്ടാണ്, പല യൂണിറ്റ് ആയിട്ടുള്ള പല പല സാധനങ്ങൾ അസംബിൾ ചെയ്തിട്ടാണ് ഒരു കാറ് നിർമ്മിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ കാറിന് വില ഇടുമ്പോൾ ഈ അസംബിൾ ചെയ്ത എല്ലാ സാധനങ്ങളുടെയും കൂടി വില നമ്മൾ ഇടുമല്ലോ. ഓക്കെ, അസംബിൾഡ് ടുഗദർ ആൻഡ് ഫിക്സ് എ പ്രൈസ്. അതിന് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഇത് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ്. ഓക്കെ ആണേ. ദെൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് കൺസേൺസ് ഫോർ പ്രൊഡ്യൂസിങ് മോട്ടോർ കാർ ആയിക്കോട്ടെ, എയറോപ്ലെയിൻ ആയിക്കോട്ടെ, ദെൻ മെഷീൻ ടൂൾസ് ആയിക്കോട്ടെ, TV, റേഡിയോ, സൈക്കിള്, റെഫ്രിജറേറ്റർ, ഇതെല്ലാം തന്നെ ഇതൊരു ഉദാഹരണമാണ്. കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതിന് ഉദാഹരണമാണ് ഏതൊക്കെ? എവിടേക്കാണ് കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്? എവിടേക്കാണ്? TV, എയറോപ്ലെയിനായിക്കോട്ടെ, കാറിനായിക്കോട്ടെ, റേഡിയോയ്ക്കായിക്കോട്ടെ, TVക്ക് ആയിക്കോട്ടെ, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾക്കല്ല ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു? കോമ്പോസിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായോ? ഓക്കെ അല്ലേ? നോക്കാം നമുക്ക് അടുത്തത്. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് ഷീറ്റിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ്സ് പഠിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇത് നോക്കിക്കേ, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ വേരിയസ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ചിലവായ പൈസ എത്രയാണ്, കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് ഷീറ്റ്. എന്താണ്? കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ വേരിയസ് കോസ്റ്റ് ഇൻക്ലൂഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജിലുണ്ടായ എമൗണ്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? കോസ്റ്റ് ഷീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ അല്ലേ? നമ്മൾ ബ്രിക്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, ബ്രിക്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഡിഫറെൻറ്റ് സ്റ്റേജിലുണ്ടായ എല്ലാത്തിൻ്റെയും ഏതൊരു പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജിലുണ്ടായ കോസ്റ്റുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? കോസ്റ്റ് ഷീറ്റ്. അതായത് കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദ വേരിയസ് കോസ്റ്റ് ഇൻക്ലൂഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ് ഇൻ എ ടാബുലാർ ഫോർമാറ്റ്. ഒരു ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ബിൻ ഗാർഡ്. ഇതിനകത്തുനിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബിൻ ഗാർഡ് ആരാണ് സൂക്ഷിക്കുന്നതെന്നുള്ളത് നോക്കിക്കേ. ബിൻ ഗാർഡിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്റ്റോക്ക് ഗാർഡ് എന്ന്. ബിൻ ഗാർഡിന് പറയുന്ന പേരാണ് സ്റ്റോക്ക് ഗാർഡ്. ബിൻ ഗാർഡ് സൂക്ഷിക്കുന്നത് സ്റ്റോർ കീപ്പറാണ് കേട്ടോ. നോക്കിക്കേ, ബിൻ ഗാർഡിന് നമ്മൾ പറയുന്ന വേറൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഗാർഡ്. അതല്ല എന്നുണ്ടെങ്കിൽ ബിൻ ടാഗ് എന്നും പറയാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് all the receipts and issues of material from ഒരു സ്റ്റോക്കിൽ നിന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ ഗുഡ്സ് മാറ്റി കൊടുക്കുമല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി കീപ്പ് ചെയ്യുന്നതാണ് അത് ബിൻ ഗാർഡ്. നോക്കിക്കേ, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് സ്റ്റോക്ക് ഗാർഡ്, അതല്ലെങ്കിൽ ബിൻ ടാഗ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് all the receipts and issues of materials from one stock from the stock department. ഒരുപാട് നമ്മളിപ്പോൾ പല റോ മെറ്റീരിയൽസ്, ഒരു റോ മെറ്റീരിയലിന് അവിടെ നിന്ന് അടുത്ത പ്രോഡക്റ്റാക്കി, അടുത്ത പ്രോഡക്റ്റാക്കി, ഏറ്റവും ലാസ്റ്റിലാണല്ലോ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഔട്ട്പുട്ടാണ് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻപുട്ടായിട്ട് മാറും. ആ രീതിയിലാണല്ലോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എ സ്റ്റോർ ഇൻ ചാർജ് ഓർ സ്റ്റോർ കീപ്പർ. ഇതാണ് ചോദിച്ചത്, ആരാണിത് കീപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റോർ ഇൻ ചാർജ്, അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ കീപ്പറാണ്, അല്ലെങ്കിൽ വെയർഹൗസ് മാനേജറാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. ബിൻ ഗാർഡ് സൂക്ഷിക്കുന്ന ആരാണ്? സ്റ്റോർ മാനേജർ. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ കീപ്പറാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത്. ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണിത് സൂക്ഷിക്കുന്നത്. ഈ ബിൻ ഗാർഡ് അല്ലെങ്കിൽ
ബിൻ ടാഗ് വെച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് റെക്കോർഡ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നോട്ട് ഇൻ വാല്യൂ. എത്രയാണ് ഉള്ളി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ ഉണ്ടെന്നാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വാല്യൂ അല്ല, എത്ര വാല്യൂ ഉണ്ടെന്നല്ല, എടുത്ത് പഠിച്ചു വെച്ചേക്കാം. ബിൻ ഗാർഡിനകത്ത് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണ്, ഒരിക്കലും വാല്യൂ അല്ല. ദെൻ നോട്ട് ദ വാല്യൂ, ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് വെൻ റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് ആർ മെയ്ഡ് ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഇതിനെ നമ്മൾ റെസീപ്റ്റ് എഴുതുന്ന സമയത്താണ് ദിസ് ഈസ് അപ്ഡേറ്റ്, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ്? വെൻ റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് ആർ മെയ്ഡ്. സ്റ്റോറിനകത്ത് റെസീപ്റ്റ് വരുമ്പോഴും അതല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴും ഇതിനെ അപ്ഡേറ്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ബിൻ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ വെയർഹൗസ് മാനേജർ കീപ്പ് ചെയ്യുന്നതാണ് ബിൻ ഗാർഡ്. ഓക്കെ, ഇതിനകത്ത് പിന്നെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചേക്കണം. ഇതിനകത്ത് ഇറ്റ് റെക്കോർഡ്സ് ഒൺലി ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ് ഇതിനകത്ത് എഴുതി വെക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയലാണ് ബിൻ ഗാർഡിൽ എഴുതി വെക്കുന്നത്. ഓക്കെ, ഇതിന് അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് വെൻ റെസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് ആർ മെയ്ഡ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സ്റ്റോർ ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഇതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം എന്താ? കുറേ സാധനം വരും, കുറേ സാധനം പോകും, റെസീപ്റ്റും വരും, ഇഷ്യൂവും വരും. സോ അതിനനുസരിച്ച് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ ബിൻ ഗാർഡിനെ കുറിച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ മനസ്സിലായല്ലോ ബിൻ ഗാർഡ് യൂസ് ചെയ്യുന്ന ആരാണ്? എന്താണ് ബിൻ ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് കാർഡ്, അതല്ല എന്നുണ്ടെങ്കിൽ ബിൻ ടാഗ് എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, റെസീപ്റ്റിൻ്റെയും ഇഷ്യൂവിൻ്റെയും കൂടെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഇതിനകത്ത് റെസീപ്റ്റും ഇഷ്യൂയും വരുന്നതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ബിൻ ഗാർഡ് അല്ലെങ്കിൽ ബിൻ ടാഗ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? ഇത് സൂക്ഷിക്കുന്നത് ആരാണ്? വെയർഹൗസ് മാനേജർ, അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാനേജർ, സ്റ്റോക്ക് കീപ്പറാണ് ഇത് ഉപയോഗിക്കുന്നത്, ബിൻ കാർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇത് എവിടെയാണ്? അകത്താണ് ഉപയോഗിക്കുന്നത്, ഇൻസൈഡ് ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എവിടെയാണ്? സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എപ്പോഴും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ മാത്രമേ കണക്കാക്കുകയുള്ളൂ, ബിൻ കാർഡിൽ സൂക്ഷിക്കുകയുള്ളൂ, എഴുതി വെക്കത്തുള്ളൂ. എത്ര വാല്യൂ ഉണ്ട് നമ്മൾ എഴുതി വെക്കത്തില്ല. ദെൻ റെസീപ്റ്റിനും ഇഷ്യൂവിനും അനുസരിച്ച് എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ ആണ് ഇത്രയും കാര്യം. അടുത്ത് നോക്കിക്കേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താന്ന് പറയുന്നു? EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദെൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ഇൻ ഇൻവെൻ്ററി കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇൻവെൻ്ററി കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ ദി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് എ കമ്പനീസ് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് മീറ്റ്സ് ഡിമാൻഡ് while minimizing total cost related to ordering, receiving and holding inventory. നോക്കിക്കേ, ദെൻ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ബൈ ദ ഇൻവെൻ്ററി കൺട്രോൾ. നമ്മൾ സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് ദി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റിയാണ് ദാറ്റ് മീറ്റ്സ് ഡിമാൻഡ് വൈൽ മിനിമൈസിങ് ദ ടോട്ടൽ കോസ്റ്റ്. നമ്മളെപ്പോഴും ലാഭത്തിൽ എങ്ങനെ എത്തുന്നത്? ഒരു കമ്പനി ലാഭത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ചിലവ് ചുരുക്കി മാക്സിമം പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, മാക്സിമം സ്റ്റോക്ക് ഉണ്ടാക്കണം. പക്ഷേ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? എങ്കിൽ അല്ല നമ്മൾ വരവിനേക്കാട്ടി കൂടുതൽ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റിന് വലിയ വില ഇടേണ്ടി വരും. ആരെങ്കിലും വാങ്ങിക്കുമോ? സോ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനീസ് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് മീൻസ് ഡിമാൻഡ് വൈൽ മിനിമൈസിങ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് കിട്ടത്തക്ക രീതിയിൽ പ്രൈസിൽ കൊടുക്കണം. നോക്കിക്കേ, ഇറ്റ്സ് എ ടോട്ടൽ കോസ്റ്റ് റിലേറ്റഡ് ടു ഓർഡറിങ്, റിസീവിങ് ആൻഡ് ഹോൾഡിങ് ഇൻവെൻ്ററി. ദെൻ നോക്കിക്കേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അതിൻ്റെ ഇക്വേഷനാണത്. ഓക്കെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനൊന്നും ചോദിക്കത്തില്ല, എങ്കിലും ഈ ഇക്വേഷൻ നോക്കിക്കോണം നിങ്ങൾ. √2CO. എന്നാ സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ അല്ലെങ്കിൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ ആണ്. ദെൻ O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് പ്ലേസിങ് ഓർഡർ. ദെൻ
ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ എന്തുവാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിക്കകത്ത് ഐ എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സി എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ √2CO/I. നോക്കിക്കേ, എന്താണ് സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ, അതല്ലെന്നുണ്ടെങ്കിൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ, എത്ര മെറ്റീരിയൽ യൂസ് ചെയ്തു. ദെൻ O എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിങ് വൺ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയി. ദെൻ ക്യാരിയിങ് കോസ്റ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ്, വെയർഹൗസിങ് കോസ്റ്റ്, ക്യാരി ചെയ്യാൻ, അതല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്ന വരേക്കിനും എത്ര രൂപയായി. ഓക്കെ, അതാണ് ഇത് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാകും. ഓക്കെ, ഇനി ഒന്നും കൂടി പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EOQ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി √2CO/I. ഏതൊക്കെയാണ് പറയുന്നത്? സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ, അതല്ലെങ്കിൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ. ദെൻ O എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ചിലവ്. ദെൻ I എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ്, അതല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ്. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടില്ലായിരുന്നോ? ആ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ആദ്യം പോകാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, 2025 ഫെബ്രുവരി 15 നടന്ന CSEB എക്സാമിലെ ചോദ്യമായിരുന്നു. ഇനി നിങ്ങൾ പറയണോ ആൻസർ? നിങ്ങൾ പറയത്തില്ലേ ആൻസർ? നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ ഈ ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റ് പറഞ്ഞില്ല അല്ലേ? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ഒന്നും പറഞ്ഞില്ല. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അതിൻ്റെ കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ റൂം റെൻറ്റ്, ഇപ്പം നമ്മളൊരു കട വാടകയ്ക്ക് എടുത്ത് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ആ റെൻറ്റ് കൂടത്തില്ല. അത്തരം കോസ്റ്റുകളെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റിനനുസരിച്ച് ചില സന്ദർഭങ്ങളിൽ വേരി ചെയ്യും. സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് കോസ്റ്റുകളെ കുറിച്ച് ടൈപ്പ് ഓഫ് കോസ്റ്റിങ്ങിനകത്ത് നമുക്ക് പഠിക്കാം. നമുക്ക് നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓരോ യൂണിറ്റിനനുസരിച്ചും വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുമോ എന്നുള്ളതാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? പെർ യൂണിറ്റ് പറയുന്ന സമയത്ത് എപ്പോഴും അതെന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. ദെൻ അടുത്ത ഒരു ചോദ്യം നോക്കിക്കേ. ദി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രി. അതായത് ഫെബ്രുവരി 15 ചോദിച്ച അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണിത്. ഫെബ്രുവരി 15 ക്വസ്റ്റ്യനകത്ത് ഈ ചോദ്യം ഉണ്ടായിരുന്നു. നോക്കിക്കേ, ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രി. ഷുഗർ ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? നിങ്ങൾ പറയൂ, പറയടാ. ശരി, ഏതാണ്? പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡാണല്ലേ. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ പ്രോസസ് കോസ്റ്റിങ്ങും? ഓരോ പ്രോസസ്സിലും എത്ര രൂപയായി എന്ന് നമ്മൾ കണ്ടുപിടിക്കും അല്ലേ? പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ്. ദെൻ അടുത്ത് നോക്കിക്കേ, പീരീഡ് കോസ്റ്റ് നമ്മൾ പറയുന്ന വേറൊരു പേരെന്താണ്? പീരീഡ് കോസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഉദ്ദേശിച്ചുകൊള്ളുക ഈ കോസ്റ്റ് എത്ര പ്രൊഡക്ഷൻ ചെയ്താലും വേരിയേഷൻ തരത്തില്ല. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പീരീഡിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. റെൻ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു മാസത്തെ റെൻ്റല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡെയിലി റെൻറ്റ് കൊടുക്കുമോ? ഒരു മാസത്തേക്ക്, അത് നിശ്ചിത പീരീഡിലേക്കാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയഡ് കോസ്റ്റ് ആർ കാൾഡ് ഫിക്സഡ് കോസ്റ്റ്. ആൻ ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസസ് കോസ്റ്റിംഗ്. നമ്മൾ പഠിച്ച കോസ്റ്റിംഗ് മെത്തേഡാണ് അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞേ, ഒരു ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതായിരിക്കും? ഏത് കോസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ജോബ് കോസ്റ്റിംഗ് മെത്തേഡാണ് അല്ലേ? നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ജോബ് കോസ്റ്റിംഗ് മെത്തേഡല്ലേ അവർ യൂസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽ സർവീസ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത് ഏത് കോസ്റ്റിംഗ് മെത്തേഡാണ്? ജോബ് കോസ്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേ? വേജസ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട് ഈസ് കാൾഡ്. അതായത് വേജസ് നമ്മൾ കൊടുക്കുന്നത് ഔട്ട്പുട്ടിനനുസരിച്ചാണ്. എത്ര ഔട്ട്പുട്ട് ഉണ്ടാകുന്നോ അതിനനുസരിച്ച് നമ്മൾ വേജസ് കൊടുക്കുന്നു. അതിന് നമ്മൾ അതിനെന്താണ് നമ്മൾ പറയുന്നത്? ഏത് ടൈപ്പ് റേറ്റ് ആണെന്ന്?
പീസ് റേറ്റ് ആണോ, ടൈം റേറ്റ് ആണോ, ഡെയിലി വേജ് ആണോ? പക്ഷെ ഇതിനകത്തൊന്നുമല്ലേ. നോക്കിക്കേ, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേജസ് ഒരു ഔട്ട്പുട്ടിന് ആനുപാതികമായിട്ട് നമ്മൾ കൊടുക്കുകയെന്ന വേജസിന് പറയുന്ന പേരാണ് ഏതാണ്? പീസ് റേറ്റ് സിസ്റ്റം, ട്രീസ് റേറ്റ്. ഓക്കെ, നമ്മൾക്ക് എനിക്ക് തൊട്ട് മുമ്പിലത്തെ പ്രാവശ്യം ചോദിച്ചത് ടൈം റേറ്റ് ആൻസർ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ സാലറി കൊടുക്കുന്നു അല്ലെങ്കിൽ വേജസ് കൊടുക്കുന്നു, ഔട്ട്പുട്ടിൻ്റെ ബേസിൽ നമ്മൾ വേജസ് കൊടുക്കുന്നു എങ്കിൽ ഏത് സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്? ഏത് സിസ്റ്റമാണ്? പീസ് റേറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അടുത്ത് നോക്കിക്കേ, ഡാഷ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റും ഉണ്ട്. എനിക്കൊന്ന് ഡിപ്രീസിയേഷൻ ഈസ് ആൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. കഴിഞ്ഞ തവണ വന്ന ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും നോക്കിക്കേ. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഈ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലാത്തത്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് അല്ലാത്ത ഏതാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഏതാണെന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ഇതിനകത്ത് തന്നെയുള്ള കോസ്റ്റ്? ഏതാണ്? ഡിപ്രീസിയേഷൻ ആണ് ഇംപ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണം. ഓക്കെ, ആൻസർ ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവായ പൈസ, അതിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് എത്രയായെന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കേ, പ്രൈം കോസ്റ്റ്, വർക്ക് ഓവർ ഹെഡ്, പ്രൈം കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, വർക്ക് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, പ്രൈം കോസ്റ്റ് അല്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ വർക്ക് കോസ്റ്റിൻ്റെ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഏത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പം വർക്ക് കോസ്റ്റിൻ്റെ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? ഇതൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വെച്ചേക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വർക്ക് കോസ്റ്റ് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനുമായി ബന്ധമില്ലാത്തത്. കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, ആ തരം കോസ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ്. എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഒരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. പീരീഡ് കോസ്റ്റ് അതല്ലെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഔട്ട്പുട്ടായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. മനസ്സിലായോ? എത്ര പ്രൊഡ്യൂസ് ചെയ്താലും നിങ്ങൾ ആ ഒരു ഫിക്സഡ് റേറ്റ് കൊടുത്താൽ മതി. അത്തരം കോസ്റ്റിന് പറയുന്ന പേരെന്താണ്? കാൾ ഡാഷ് കോസ്റ്റ്, ആർ കാൾഡ് ഡാഷ് കോസ്റ്റ്. ഏത് കോസ്റ്റാണ്? പീരീഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റിന് പറയുന്ന വേറൊരു പേരാണ് പീരീഡ് കോസ്റ്റ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കോസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഡിപ്രീസിയേഷൻ ഒരു ഇംപ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. ഏത് കോസ്റ്റാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. അപ്പോൾ വേജസ്, സാലറീസ് എല്ലാം തന്നെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന ചിലവാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്ന ഏതാ? ആ ഒരു അസറ്റിനാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. സോ അതിനകത്തുനിന്നുണ്ടാകുന്ന ചിലവാണ് ഇത് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, സോ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി, വേജസ് ഇത്തരം ചിലവുകളെല്ലാം തന്നെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണം ഏതാണ്? ഡിപ്രീസിയേഷൻ ഒരു ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. ഓക്കെ, ഇത് തന്നെ ഇപ്പോൾ 3 തവണയായിട്ട് ഒരേ ടൈപ്പ് തന്നെ ഡിപ്രീസിയേഷൻ്റെ കാര്യം 3 തവണ ചോദിച്ചേക്കുന്നുണ്ടോ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡാഷ് ഇൻഡസ്ട്രീസ്. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഏതിന് ഉദാഹരണമാണ്? ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ്, ഔട്ട്പുട്ട് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ് ഏതിന് ഉദാഹരണമാണ്? എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഈ സ്യൂട്ടബിൾ ടു ഏത് ഇൻഡസ്ട്രീസിനാണ്? ബ്രിക്സ് ഇൻഡസ്ട്രീസിന് ഉദാഹരണമാണ് അല്ലേ? ബ്രിക്സ് പഠിച്ചില്ലായിരുന്നോ നമ്മൾ? യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഇൻ ബ്രിക്സ് വർക്ക്സിനൊക്കെ ഉദാഹരണമാണ്. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ എത്ര കോസ്റ്റ് ഉണ്ടായെന്ന് കണ്ടുപിടിക്കും. ആ ടോട്ടൽ കോസ്റ്റ് കൊണ്ട് എത്ര ബ്രിക്സ് അതിനകത്തുനിന്ന് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ പെർ യൂണിറ്റ് ഒരെണ്ണത്തിന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്? ഔട്ട്പുട്ട് കോസ്റ്റിംഗ് മെത്തേഡ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ ഫോർ ഒബ്റ്റെയിനിങ് എ തിങ് എന്ന്. അതായത് ഞാനിപ്പം
ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഓക്കെ, ഈ ഒരു സാറ്റിസ്ഫാക്ഷനെ മാറ്റി വെച്ചിട്ട് ഞാൻ കോട്ടയത്തുള്ളൊരു അമ്പലത്തിലോട്ട് പോയി, ഓക്കെ, അപ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എവിടുത്തെയാണ്? അതായത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകാൻ ആഗ്രഹിച്ച ഞാൻ പോയത് കോട്ടയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ്, ഓക്കെ. അപ്പോൾ എനിക്ക് ഓൾറെഡി കോട്ടയത്ത് പോകാൻ പറ്റി, അവിടുന്ന് എനിക്ക് കിട്ടി, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എന്നിരുന്നാലും ഗണപതിയെ കാണാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്, മനസ്സിലായോ? ആ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്താണോ അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ പോയിരുന്നെങ്കിൽ നമുക്ക് കുറേ അവിടുത്തെ കിട്ടാമായിരുന്നു, അവിടുത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ? അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർഗോൺ ഫോർ ഒബ്റ്റെയിനിങ് എ തിങ് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഡെഫിനിഷൻ ഒന്നും ചോദിക്കത്തില്ല, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ദ വാല്യൂ ഓഫ് എ ബെനിഫിറ്റ് സാക്രിഫൈസ്ഡ്. നമ്മൾ സാക്രിഫൈസ് ചെയ്തു. ഞാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോകാനിരുന്ന അതിനെ സാക്രിഫൈസ് ചെയ്തു, പോയില്ല, പകരം വേറൊരു സ്ഥലത്ത് പോയി, ഓക്കെ. സാക്രിഫൈസ്ഡ് ഇൻ ഫേവർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. വേറൊരു ആക്ഷനാണ് ഞാൻ അവിടെ ചെയ്തത്, ഓക്കെ. അതിന് പറയുന്ന പേരാണ് എന്ത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പറയാമോ? ഓക്കെ. The cost incurred after closing down of a department includes only the cost incurred after closing down the department. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ എന്തൊന്ന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിലവുകൾ എങ്ങനെ വരും? ദ കോസ്റ്റ് ഇൻക്വേർഡ് ആഫ്റ്റർ ക്ലോസിങ് ഡൗൺ ദി ഡിപ്പാർട്ട്മെൻറ്റുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവ്. നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റ് ആണോ സെമി ആണോ? അതാണ് ഫിക്സഡ് കോസ്റ്റ് ആണ് ഉണ്ടാകുന്നത്. ദ കോസ്റ്റ് ഇൻക്വേർഡ് ആഫ്റ്റർ ക്ലോസിങ് ഡൗൺ എ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ഫിക്സഡ് കോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ ചോദ്യം ഒരുപാട് വന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പറയുന്ന വേറൊരു പേര് പീരീഡ് കോസ്റ്റ് എന്നാണ്. ഒരു പീരീഡിലേക്ക് കൊടുക്കുന്ന കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും റിമെയിൻ അൺചേഞ്ച്ഡ് ആയിരിക്കും. എത്ര പ്രൊഡക്ഷൻ നടന്നാലും ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് തന്നെയാണ്, ഓക്കെ. ദെൻ അടുത്ത നോക്കിക്കേ, പീരീഡ് കോസ്റ്റ്. അതാണ്ട് വീണ്ടും ചോദിച്ചിരിക്കുന്നത് 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഫിക്സഡ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, ഒരിക്കലും വേരി ചെയ്യാത്ത കോസ്റ്റ്, ഓക്കെ. എത്ര പ്രൊഡക്ഷൻ ഉണ്ടായാലും വേരി ചെയ്യത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതെല്ലാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് വരുന്നുണ്ട് എന്നുള്ളത്, ഓക്കെ. നോക്കിക്കേ, അപ്പം പീരീഡ് കോസ്റ്റ് ആർ ഫിക്സഡ്, ആൾവേസ് ഫിക്സഡ്, ഓക്കെ. നോക്കിക്കേ, ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ടു ഷുഗർ ഇൻഡസ്ട്രിക്ക് ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? അറിയാം, പറയൂ. പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് അല്ലേ? അറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ദെൻ അടുത്ത നോക്കിയേ, ഞാൻ ആൻസർ പറയത്തില്ല, നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. നോക്കിക്കേ, ഫാക്ടറി കോസ്റ്റ് മീൻസ്, ഫാക്ടറി കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പ്രൈം കോസ്റ്റ് പ്ലസ് വർക്ക് ഓവർഹെഡ്. പ്രൈം കോസ്റ്റിനോട് കൂടി വർക്ക് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് ഫാക്ടറി കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പ്രൈം കോസ്റ്റ്. അതിൻ്റെ ഒരു എന്താ പറയുക, പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അത് നോക്കാം, നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറയാൻ പറ്റുവാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ അത് പറയാം കേട്ടോ. ദെൻ നോക്കിക്കേ, അപ്പം ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വർക്ക് ഓവർഹെഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്, ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അക്കൗണ്ടിങ് റെക്കോർഡ്? ഓക്കെ, ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തെന്ന് വിചാരിച്ചു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അക്കൗണ്ടിങ് റെക്കോർഡ്? ഏതാണ് ഒരു അക്കൗണ്ടിങ് റെക്കോർഡ് വരുന്നത്? ഈ പറയുന്നതിനകത്ത് ഏതാണ് ഒരു റെക്കോർഡായിട്ട് നമുക്ക് സൂക്ഷിക്കുന്നത്? ഏതാ? ബിൽ ഓഫ് എ മെറ്റീരിയൽ ആണോ, ബിൻകാർഡ് ആണോ, സ്റ്റോർ ലെഡ്ജർ ആണോ, അതോ എല്ലാം അങ്ങനെ വരുമോ? ഒരു അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റോറിൽ വരുന്ന ലെഡ്ജർ ആയിരിക്കും, ഓക്കെ. സ്റ്റോർ ലെഡ്ജറാണ് അക്കൗണ്ടിങ് റെക്കോർഡായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിക്കേ, സാലറി, വേജസ്, ഇതെല്ലാം തന്നെ ഏതിനുദാഹരണമാണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. കാര്യം അതിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നത്, അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓക്കെ. നേരെ മറിച്ച് സാലറി, വേജസ് എല്ലാം തന്നെ ഏതിനുദാഹരണമാണ്? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഉദാഹരണമാണ്. ആ ചോദ്യം എന്താ വീണ്ടും വന്നിരിക്കുന്നു. നോക്കിക്കേ, സാലറി, വേജസ്, ഇൻട്രസ്റ്റ് എക്സെട്ര ആർ ദി എക്സാമ്പിൾ ഓഫ്
എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ബ്രോഡ്ലി സ്പീക്കിംഗ് എനി എക്സ്പെൻഡിച്ചർ ഓവർ ആൻഡ് എബോവ് പ്രൈം കോസ്റ്റ് ഈസ്, അതായത് ഏതൊരു ചിലവ് വന്നാലും ഏതിന് ഓവർ ആൻഡ് എബോവ് പ്രൈം കോസ്റ്റിന് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? ഓവർ ഹെഡ് എന്നാണ് പറയുന്നത്. ഓവർ ആൻഡ് എബോവ് പ്രൈം കോസ്റ്റ് ഈസ് കാൾഡ് ഓവർ ഹെഡ്. ഓക്കെ, നോക്കിക്കേ, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് നോട്ട് യൂസ്ഡ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ ഓർത്ത് വെച്ചേക്കാം, നമ്മളൊരു ബിൽഡിംഗ് പണിയണമെന്നുണ്ടെങ്കിൽ, ഒരു ബ്രിഡ്ജ് പണിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ഏൽപ്പിക്കുന്നു? ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ആയിരിക്കും അതിനാകുന്നത്, അല്ലേ? സോ ആ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡിനെ പറയുന്ന പേരാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന്. സോ ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്നതിൽ ഏതാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാത്തത് എവിടെയാണുള്ളതാണ്? എവിടെയാണ്? സിവിൽ കൺസ്ട്രക്ഷന്, ഷിപ്പ് ബിൽഡിങ്, ബ്രിഡ്ജ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിനകത്തെല്ലാം വരുന്നത് എന്താ? ഇതിനകത്തെല്ലാം എന്തോ വരുന്നേ? ഇതിനകത്തെല്ലാം ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോൺട്രാക്ട് കോസ്റ്റിംഗ് അല്ലേ വരുന്നേ. ഇതിനകത്ത് മാറ്റമുള്ളത് ഏതാ? ഓട്ടോമൊബൈൽസിൽ മാത്രമേ ഉള്ളൂ വരാത്തത്, അല്ലേ? ഓട്ടോമൊബൈൽസിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാത്തത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ദ പ്രോസസ് ഓഫ് പ്രീ ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ ജോബ് ഓർഡർ ഈസ് കാൾഡ്. നമുക്കറിയാം, ഓപ്ഷൻ അത് തന്നെ അറിയാം. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഇൻപുട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ, അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ചിലവുകൾ എത്രയാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കും. അതിന് പറയുന്ന പേരാണ് ഏത്? എന്നാ പറയുന്നത്? കോസ്റ്റ് എസ്റ്റിമേഷൻ എന്ന് പറയും. അത് എസ്റ്റിമേറ്റ് ചെയ്യുക, തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നതിനെയാണ്. നമ്മളിപ്പം ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഇൻപുട്ടിന് ഇപ്പം മാർക്കറ്റിൽ എത്ര വിലയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? തേങ്ങയുടെ വില പോയ പോക്ക്, അല്ലേ? കിലോയ്ക്ക് 10-30 കിടന്ന തേങ്ങയൊക്കെ ഇപ്പം 80, 81, 85 ഒക്കെ എത്തിയില്ലേ? ഇപ്പോൾ അന്നത്തെ വെളിച്ചെണ്ണയുടെ വിലയാണ് ഇപ്പോഴത്തെ വെളിച്ചെണ്ണ. ഇപ്പം 520 മേളിലായില്ലേ വെളിച്ചെണ്ണയ്ക്ക്? നല്ല വെളിച്ചെണ്ണയൊന്നും കിട്ടാനില്ല, അത് അവിടെ നിൽക്കട്ടെ, അല്ലേ? അപ്പം ആ ഒരു വില വെച്ച് നമുക്കിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില ഇടാൻ പറ്റുമോ? ഇല്ലത്തില്ല. അപ്പം ഈ തേങ്ങയുടെ വില കൂടുന്നതിനനുസരിച്ച് കൊപ്രയുടെ വില കൂടി, അതിൻ്റെ പ്രോസസ് ചാർജും എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ആവും? 520. ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണത്തിനെയും വെളിച്ചെണ്ണയും നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് മലയാളീസിന് വെളിച്ചെണ്ണയ്ക്ക് പകരം, അല്ലേ? എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് കിട്ടാൻ എത്ര രൂപയാകുമോ, അതിനെ പ്രോസസ്സ് ചെയ്യാൻ എത്ര രൂപയാകുമോ, അങ്ങനെ ഓരോ സ്റ്റേജസ് ഓഫ് പ്രോസസ്സിങ്, ഓരോ സ്റ്റേജസിൻ്റെ സെപ്പറേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ആ ബിസിനസ് ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കും. ഓക്കെ, പിന്നെ ഈ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയും അതിന്. നമ്മൾ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഇതിനെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് മെച്ചം ഉണ്ടോ നമ്മൾ നോക്കും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ വരാൻ പോകുന്ന ചിലവുകളെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. ഓക്കെ, അടുത്തത് ദാണ്ട് കിടക്കുന്ന നമ്മുടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ഇല്ലേ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കിടക്കുന്നുണ്ടോ? ദാണ്ട് ഇക്വേഷൻ. ഇതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹിയർ ഓ റെഫേഴ്സ് ടു. സാധാരണ നമ്മളെല്ലാവരും ഓ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓ കണ്ടോ? ഈ ഓ എന്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ. ഞാൻ പറഞ്ഞില്ലേ, ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഈ ഇക്വേഷനകത്തെ ഓ എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓ എന്തിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓൺ ഓർഡർ. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ഓൺ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചിലവിനെയാണ് നമ്മൾ ഓ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഡാഷ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഔട്ട്പുട്ട്. എന്താണ് ഔട്ട്പുട്ടുമായി ഏറ്റവും അടുത്ത് ഉള്ളത്? ഔട്ട്പുട്ടുമായിട്ട് ഏറ്റവും അടുത്തുള്ളത് ഏതാ? മാർജിനൽ കോസ്റ്റ് ആണ് ഔട്ട്പുട്ടുമായിട്ട് ഏറ്റവും അടുത്തുള്ളത്. മാർജിനൽ കോസ്റ്റ് കേട്ടോ. വേജസ് പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഔട്ട്പുട്ടിനനുസരിച്ചാണ് നമ്മൾ വേജസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, വേജസ് കൊടുക്കുന്നത് ഔട്ട്പുട്ടിനനുസരിച്ചാണോ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഏത് ടൈപ്പ് ആണത്? ഏതാണ്? പീസ് റേറ്റ് സിസ്റ്റമാണ്. ഇപ്പം ഒരു ബുക്ക് നമ്മൾ ഉദാഹരണം പീസ് റേറ്റിൻ്റെ കാര്യം ഞാൻ പറയുക.
ഒരു ബുക്ക് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു, ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു. അപ്പം നമ്മളതിൻ്റെ ഒരു 50 പേജ് വെച്ചിട്ട് ഒരു ദിവസം ചെയ്യണമെന്ന് പറയുന്നു. 50 പേജ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ 1000 രൂപ കൊടുക്കും. ഓക്കെ, പക്ഷെ അയാൾ ഒരു ദിവസം 75 പേജ് അല്ലെങ്കിൽ ഒരു ദിവസം അയാൾ 100 പേജ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അയാൾക്ക് ഒരു ദിവസം 2000 രൂപ കിട്ടത്തില്ലേ? അങ്ങനെ എത്രയാണോ പീസ് റേറ്റ് സിസ്റ്റം, എത്ര ഔട്ട്പുട്ടിനനുസരിച്ചാണ് നമ്മൾ വേജസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇത് പീസ് റേറ്റ് സിസ്റ്റം. നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, അടുത്തത് ദ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. എമൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സാം നിട്ടെന്നേ ഉള്ളൂ. അപ്പം സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇത് പഠിച്ചു വെച്ചേക്കണം. അപ്പം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഇത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ, ചോദിക്കും, എപ്പോഴും ചോദിക്കുന്നതാണിത്. ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ. മാർജിനൽ കോസ്റ്റിംഗ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ വേരിയബിൾ കോസ്റ്റിനെ അനുസരിച്ചാണ് എന്ത് പറയുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അടുത്തത് അനാലിസിസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് നമുക്കൊരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഉണ്ടാകുന്നതിന് മുൻപ് നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ്, വേരിയേഷൻ, അതിന് പറയുന്ന പേരെന്താണ്? വേരിയൻസ് അനാലിസിസ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ദ അനാലിസിസ് ഓഫ് ഡീവിയേഷൻ. അതായത് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച്, മാറ്റം. ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ എത്ര രൂപ ആയി എന്നുള്ളതും ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയായി എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ് ഏതെന്ന് പറയുന്നത്? വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പറയുന്ന പേരാണ് വേരിയൻസ് അനാലിസിസ്. ദെൻ ദ കോസ്റ്റ് വിച്ച് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. അതായത് കുറച്ച് ഫിക്സഡ് കോസ്റ്റുമാണ്, എന്നാൽ കുറച്ച് വേരിയബിൾ കോസ്റ്റുമാണ്. ഇത്തരം കോസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ്, കുറച്ച് ഫിക്സഡുമാണ് കുറച്ച് വേരിയബിളുമാണ്. അത്തരം വരുന്ന കോസ്റ്റുകളെ പറയുന്ന പേരാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ചില എന്തായിരുന്നു, ഇത്രയും കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര ശതമാനം ഒരു ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് മതി, അത് കഴിഞ്ഞ് അടുത്തത് വേണം. മനസ്സിലായോ? അങ്ങനെ വരുന്ന കാറ്റഗറി വരുന്ന കോസ്റ്റുകൾക്ക് പറയുന്ന പേരാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ അടുത്ത ചോദ്യം. അപ്പം നമ്മൾ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളെ സിലബസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കുറേ ടോപ്പിക്കുകൾ നമുക്കുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. ടൈപ്പ് ഓഫ് കോസ്റ്റ് എപ്പോഴും ചോദിക്കുന്നുണ്ട്, ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ചോദിച്ചു, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ചോദിച്ചു. അപ്പോൾ ഇത്രയും ഇത് 2020 കഴിഞ്ഞിട്ടുള്ള എക്സാമുകളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അതിന് മുൻപുള്ള കുറേ ക്വസ്റ്റ്യൻസ് എടുത്താലും ഇതിൽ കൂടുതൽ കണ്ടേക്കാം. ഓക്കെ, അപ്പോഴും നിങ്ങൾക്കൊരു ബോധം കിട്ടും, എന്താ പറയുക, നിങ്ങളിലൊരു അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ മനസ്സിലായി ഏതൊക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് കുറച്ച് കോസ്റ്റിംഗ് വന്നു. അപ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് ഒന്നും കൂടി നിങ്ങൾ പഠിക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഇതിനകത്ത് നിന്ന് തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയായിരിക്കും അവർ പലപ്പോഴും ഇടുന്നത്, വേരിയൻസ് അനാലിസിസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. CSCBയുടെ ഇഷ്ട വിനോദമാണ് കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം
കൺസൈൻമെൻറ്റിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. അതുകൊണ്ട് അടുത്ത ടോപ്പിക്ക് നോക്കിക്കേ. കൺസൈൻമെൻറ്റിൽ ഒരു ചോദ്യമായിരുന്നു, അതും ഈ പറഞ്ഞ ഫെബ്രുവരി 15 ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, ഇഫ് കൺസൈനി ഈസ് എ ഡെൽക്രെഡറി ഏജന്റ്, കൺസൈനി വിൽ ഡെബിറ്റ് ദ ബാഡ് ഡെപ്റ്റ് എമൗണ്ട് ടു. അതായത് കൺസൈനി ഒരു ഡെൽക്രെഡറി കമ്മീഷൻ കിട്ടുന്ന ഒരാളാണ്. 3 ടൈപ്പ് കമ്മീഷനുണ്ട് കൺസൈൻമെൻറ്റിനകത്ത്. നമുക്ക് ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു ഏജന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഡെൽക്രെഡറി കമ്മീഷൻ കിട്ടുന്ന ഒരു ഏജന്റ് ആണ് കൺസൈനി എന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരുടെ കിട്ടാക്കടം എവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് കമ്മീഷൻ ഏണ്ടിനകത്തുനിന്ന് അത് കുറയ്ക്കും. വിൽ ഡെബിറ്റ് ദ ബാഡ് ഡെപ്റ്റ് എമൗണ്ട് ടു കമ്മീഷൻ ഏണ്ട് അക്കൗണ്ടിലാണ് കുറയ്ക്കുന്നത്. നമുക്ക് നോക്കാം ഇനി കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് ടോപ്പിക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ ജേണൽ എൻട്രി, കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ജേണൽ എൻട്രിയും, ദെൻ എത്ര ടൈപ്പ് കമ്മീഷനുണ്ട്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. നമുക്കത് നോക്കാം. നമുക്കറിയാം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മുന്നിൽ കാണുന്ന ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെ കൺസൈൻമെൻറ്റ് ബിസിനസ്സിന് ഉദാഹരണമാണ്. അതായത് ഒരു പ്രൊഡ്യൂസർ കുറേ ഗുഡ്സ് അല്ല, ഈ പറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങൾ, നമുക്ക് ഗുഡ്സ്, അവരുടെ ഗുഡ്സ് ആണല്ലോ ഇലക്ട്രോണിക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അവർക്ക് ഇത് സെയിൽ ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് കണ്ടെത്താനും വലിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സെയിൽസ് ഔട്ട്ലെറ്റ് കണ്ടുപിടിക്കാനും അതിൻ്റെ ബിസിനസ് നടത്താനും അവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് അവർ നമ്മുടെ വീടിനടുത്തുള്ള നിങ്ങൾ കാണുന്ന വലിയ കടകളുണ്ടല്ലോ, ആ കടകളേക്ക് ഏൽപ്പിച്ചിട്ട് പറയും, ഞങ്ങൾ നിങ്ങൾക്ക് സാധനം തരാം, നിങ്ങളിത് വിറ്റ് തന്നാൽ മതി. ഈ സാധനത്തിന് എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ കയ്യിലിരുന്നാലും, ആ ഷോപ്പ് കീപ്പറിൻ്റെ റീറ്റെയിലറിൻ്റെ കയ്യിലിരുന്നാലും ഈ സാധനത്തിനുണ്ടാകുന്ന എല്ലാ റിസ്ക്കും ഞാൻ തന്നെ ഏറ്റോളാം. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ തന്നെ ഏറ്റോളാം. നിങ്ങളിത് വിറ്റ് തന്നാൽ മതി, വിറ്റ് തരുന്നതിന് ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഏൽപ്പിക്കുന്നു. അതായത് കൺസൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് കൺസൈനർ. ആരാണോ കൺസൈനറിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് കൺസൈനി. ഓക്കെ, കൺസൈനർ പ്രിൻസിപ്പാളും കൺസൈനി ഏജൻറ്റുമാണ്. കൺസൈനി റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എന്താണ്? പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. പ്രിൻസിപ്പൾ അദ്ദേഹം ഏജൻറ്റുമാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് കൺസൈനി, അതായത് നമ്മുടെ വീടിനടുത്തുള്ള ഷോപ്പിൽ, നമ്മുടെ വീടിനടുത്ത് കാണുന്ന ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പുകളുണ്ടല്ലോ, അവരെ നമ്മൾ ഓർത്താൽ മതി. അവർ മറ്റേ കൺസൈനർ പ്രൊഡ്യൂസ് ചെയ്ത സാധനം ഇവർ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനവർക്ക് കമ്മീഷനും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനി, ജേണൽ എൻട്രി എങ്ങനെ എഴുതണം, പിന്നെ ഇതിനകത്ത് പറയുന്ന 3 ടൈപ്പ് കമ്മീഷൻസ് ഉണ്ട്, പിന്നെ അക്കൗണ്ട് സെയിലുണ്ട്. ഇത്ര കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് കാർഡ് കയറി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും പഠിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കിട്ടും. മനസ്സിലായോ? അപ്പോൾ നോക്കിക്കേ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണിത്. നോക്കാം എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ബ്രീഫായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്നല്ലേ. ഒരാൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സാധനം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് വിൽക്കാൻ വേണ്ടി ഞാനൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നു. ഈ ഏജൻറ്റിൻ്റെ വെയർഹൗസിൽ ഇരുന്നാൽ പോലും അതിൻ്റെ റിസ്ക് ഫുള്ള് ഞാൻ തന്നെ ഏറ്റെടുക്കുന്നത്. മനസ്സിലായോ? അദ്ദേഹം വിറ്റ് കഴിഞ്ഞ് അദ്ദേഹം വിൽക്കുവാണെങ്കിൽ ആ വിൽക്കുന്നതിനൊരു കമ്മീഷൻ ഞാൻ കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വരുമാനം. അതായത് കൺസൈനിക്ക് ഇത് വിറ്റ് കിട്ടുമ്പോൾ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്മീഷനാണ്. അതാണ് ഏജൻറ്റിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ്. ഇത് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? പ്രിപ്പയർഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ കൺസൈനർ. കൺസൈനറിൻ്റെ ബുക്കിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം കൺസൈൻമെൻറ്റ്. ഈ കൺസൈൻമെൻറ്റ് നടത്തിയതിൽ കൺസൈനറായ എനിക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡെബിറ്റഡ് വിത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തെല്ലാം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. കൺസൈനറിന് ഈ ഒരു കൺസൈൻമെൻറ്റ് ബിസിനസ് നടത്തിയതിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യും? നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് നമുക്കറിയാം. എത്ര ടൈപ്പ് അക്കൗണ്ടുകളാണുള്ളത്? 3 ടൈപ്പ് അക്കൗണ്ടുകളുണ്ട്. നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. അസറ്റുകളുടെ അക്കൗണ്ടാണ് ഏത്? റിയൽ അക്കൗണ്ട്. അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് പോയാൽ ക്രെഡിറ്റ് ചെയ്യും, അല്ലേ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട്
ഗോസ് ഔട്ട്. അസറ്റുകളുടെ അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. ദെൻ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തെ. CSEBയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഏതിനകത്താണ് വരുന്നതെന്ന്. ഏതാണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണത് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഏതിനകത്താണ് വരുന്നത്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടുകളാണത് കേട്ടോ. നമുക്ക് ആരാണ് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് പേഴ്സണൽ അക്കൗണ്ടാണ്, അത് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ് ഇത് റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ വരുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ കൊടുത്തത് അയാളെ ക്രെഡിറ്റ് ചെയ്യണം, കിട്ടിയയാളെ ഡെബിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇനി നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകംസിനെയും ഗെയിൻസിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഏതിൻ്റെ റൂളാണ്? നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, എല്ലാ ഇൻകത്തിനെയും നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുന്ന കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ. എത്ര രൂപയുടെ ഗുഡ്സ് അയച്ചു, ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചിലവുകൾ കൺസൈനർക്കും അതുപോലെ തന്നെ വിൽക്കുന്ന സമയം വരെ കൺസൈനിക്കും ഉണ്ടായി. കൺസൈനർ ആൻഡ് കൺസൈനി ആൻഡ് ദ കമ്മീഷൻ ഡ്യൂ ടു ദ കൺസൈനി. അതുപോലെ തന്നെ കമ്മീഷൻ എത്ര രൂപ ആർക്ക് കൊടുക്കാനുണ്ട്? കൺസൈനിക്ക് കൊടുക്കാനുണ്ട്. കൺസൈനറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണല്ലോ. കൺസൈൻമെൻറ്റ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് അല്ലേ? സോ കൺസൈനിക്ക് കൊടുക്കാനുള്ളതല്ലേ. ഓക്കെ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ആൻഡ് പ്രോഫിറ്റ് ദ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് സെയിൽസ്. എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര രൂപയുണ്ട്, ആ ക്ലോസിംഗ് സ്റ്റോക്കിനെയും നഷ്ടത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? നോമിനൽ അക്കൗണ്ടാണ്. എക്സ്പെൻസുകളെ ഡെബിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ ആണേ? അപ്പോൾ എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ്? എല്ലാ ചിലവുകളും ഈ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ ചിലവുകളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം ക്രെഡിറ്റഡ് വിത്ത് ദി എമൗണ്ട് ഓഫ് സെയിൽസ്. സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ. കൺസൈനിയുടെ അക്കൗണ്ടിനകത്താണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പറഞ്ഞു. കൺസൈനിയുടെ അക്കൗണ്ടിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? കൺസൈനി അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി. കൺസൈനിയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആരാ? കൺസൈനി എന്ന് വെച്ചാൽ ഏജൻ്റാണ്. കൺസൈനറിൻ്റെ ഗുഡ്സ് വിൽക്കാൻ കൺസൈനർ ഏൽപ്പിക്കുന്ന ഏജൻറ്റിനെ പറയുന്ന പേരാണ് ഏത്? കൺസൈനി. അദ്ദേഹം എന്താണ്? ഒരു വ്യക്തിയാണ്. സോ പേഴ്സണൽ അക്കൗണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതും? പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ. കൺസൈനീസ് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി പ്രിപ്പയർഡ് ബൈ ദ കൺസൈനർ. കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസ് ഡ്യൂ അസ് ഓൺ എനി പർട്ടിക്കുലർ ഡേറ്റ്. ഏതെങ്കിലും പർട്ടിക്കുലർ ഡേറ്റിലേക്ക് അദ്ദേഹത്തിന് ബാലൻസ് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ അഡ്വാൻസ് അവിടെ കിടക്കുവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നു കൺസൈനിയുടെ അക്കൗണ്ട്. മനസ്സിലായോ? ദെൻ അടുത്ത നോക്കിക്കേ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇനി അടുത്തയാണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഗുഡ്സ് അയക്കുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നു. നോക്കിക്കേ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ഈസ് എ നോമിനൽ അക്കൗണ്ടാണ്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്, അസറ്റ് അക്കൗണ്ട് ആണ്. മനസ്സിലായോ? എന്താണ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട് ആണ്. കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്ന കൺസൈനിയുടെ അക്കൗണ്ട് അതൊരു വ്യക്തിയുടെ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് എന്താണത്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് മറന്നു പോകരുത്, വിട്ടുപോകരുത്, മറന്നു പോകരുത്. അപ്പം നമ്മൾ ഈ കൺസൈൻമെൻറ്റിനകത്ത് തന്നെ എത്ര അക്കൗണ്ട് പഠിച്ചു? നോമിനൽ അക്കൗണ്ട്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, നിർജീവമായ അവസ്ഥയാണ് അല്ലേ? അവിടുത്തെ ചമതി എക്സ്പെൻസുകൾ എടുക്കുന്നു, അതെ അതെ അങ്ങനെ കൂട്ടി വെച്ചേക്കുക. കൺസൈനി ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് എന്താണ്? അദ്ദേഹം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കാറ്റഗറി വരുന്നു. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്, അസറ്റാണ്. സോ എന്താണ്? റിയൽ അക്കൗണ്ട് ആണ്. ആ ഒരു 3 കാറ്റഗറി ഓർത്ത് വെച്ചേക്കുക. സോ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ട് ആണ്, റിയൽ അക്കൗണ്ട് ആണ്.
ആൻഡ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ബാലൻസ് ടു ട്രേഡിംഗ് പർച്ചേസ്. ഇതെങ്ങനെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നത് ട്രാൻസ്ഫറിങ് ഇസ് ബാലൻസ്. ഇതിൻ്റെ ബാലൻസ് എവിടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രേഡിംഗ് അല്ലെങ്കിൽ പർച്ചേസിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇതിനെ. മനസ്സിലായോ? അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. കൺസൈനീഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടാണ്. മറന്നു പോകരുത്. മറന്നു പോവല്ലേ കേട്ടോ. ശരി, നോക്കിക്കേ. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്തൊക്കെ വരുമെന്ന് നോക്കിക്കേ. ഈ ഗുഡ്സ് അയച്ചു കൊടുത്തു, എത്ര രൂപയുടെ ഗുഡ്സ് അയച്ചു കൊടുത്തു അത് വരും. ക്യാഷ് എക്സ്പെൻസസ് പെയ്ഡ് ബൈ കൺസൈനർ. കൺസൈനർ എന്തെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരും. ദെൻ കൺസൈനി എക്സ്പെൻസ്, അതുപോലെ തന്നെ കൺസൈനിക്ക് ഉണ്ടായ ചിലവുകൾ, കൺസൈനിയുടെ കമ്മീഷൻ, ഇതെല്ലാം വരും. ദെൻ അതുപോലെ തന്നെ ലാഭമുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും വരും. നോക്കിക്കേ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, ക്യാഷ് എത്ര രൂപ കൺസൈനറിന് ചിലവായി, എത്ര രൂപ കൺസൈനിക്കായി, ലാഭം. മനസ്സിലായോ? ദെൻ ഇവിടെ നോക്കിക്കേ, ബൈ കൺസൈനി, കൺസൈനിക്ക് കൊടുക്കാനുള്ളത്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് റിട്ടേൺ ബൈ കൺസൈനി, കൺസൈനി തിരിച്ചയച്ച പൈസ, കൺസൈനി തിരിച്ചയച്ചത് പൈസയല്ല, ഗുഡ്സ് തിരിച്ചയച്ചത്. ദെൻ അതുപോലെ തന്നെ ക്ലോസിങ് സ്റ്റോക്ക്. ഓക്കെ, ഇതെല്ലാമാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചേക്കുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചിലവുകളെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, വരവുകളെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പം ഈ കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുത്തു, പക്ഷേ ആ ഗുഡ്സ് വിൽക്കാൻ പറ്റാത്തതായതുകൊണ്ട് എന്ത് ചെയ്തു? കൺസൈനി റിട്ടേൺ അടിച്ചു. അതെന്ത് ചെയ്യുന്നു? ഇവിടെ ക്രെഡിറ്റ് ചെയ്യും. മനസ്സിലായോ? നോക്കിക്കേ, ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി എഴുതാനാണ്. ഭയങ്കര കാര്യമൊന്നുമില്ല, ലോജിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് ചോദിക്കാറുണ്ട്, ജേണൽ എൻട്രി പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, കൺസൈനി ബുക്ക് ഓഫ് അക്കൗണ്ട്, കൺസൈനിയുടെ ബുക്സിൽ ട്രാൻസാക്ഷൻ ദ ബുക്സ് ഓഫ് കൺസൈനി, കൺസൈനിയുടെ ബുക്കിൽ വരുന്ന എന്തൊക്കെയാണ്? ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈനി, കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന സമയത്ത് കൺസൈനിയുടെ ബുക്കിലെ കാര്യമാണ് പറയുന്നത്. ദെൻ ഗുഡ്സ് ആർ സെൻഡ് ഓൺ ടു ദ കൺസൈനി, അത് ആപ്ലിക്കബിൾ അല്ല, അതൊന്നും വരത്തില്ല. ദെൻ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ, കൺസൈനർക്കുണ്ടായ ചിലവ് കൺസൈനിയുടെ ബുക്കിൽ വരത്തില്ല, നോട്ട് ആപ്ലിക്കബിൾ. വളരെ ശ്രദ്ധിക്കുക, കൺസൈനറിന് ഉണ്ടായ ചിലവുകൾ, കൺസൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ശരിക്കും ആ അസറ്റിൻ്റെ ഓണർ, ഗുഡ്സിൻ്റെ ഓണറാണ് ആര്? കൺസൈനർ. അദ്ദേഹത്തിനുണ്ടായ ചിലവുകൾ കൺസൈനിയുടെ ബുക്കിൽ വരേണ്ട കാര്യമില്ല, ലോജിക്ക് ഓർത്ത് വെച്ചേക്കാം അല്ലേ. ദെൻ അടുത്തത്, ഇനി കൺസൈനിക്ക് എക്സ്പെൻസുകൾ ഉണ്ടായാലോ, കൺസൈനിക്ക് ചിലവുകൾ ഉണ്ടായാലോ, ഓർത്ത് നോക്കിക്കേ, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്. ഇപ്പം എവിടെ എഴുതും? കൺസൈനറുടെ ബുക്കിൽ എന്താണെന്നാണ് എഴുതുന്നത്? എക്സ്പെൻസസ്, കൺസൈനിക്ക് ചിലവുകൾ ഉണ്ടായാൽ അതാരുടെ ചിലവാണ്? കൺസൈനറിൻ്റെ ചിലവില്ലയോ? കാര്യം നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കാ നേട്ടം? ശരിക്കും പറഞ്ഞാൽ കൺസൈനറിന് മാത്രമാണ് നേട്ടം. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഒരു ചെറിയ കമ്മീഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ ആ കൺസൈനിയുടെ ഗോഡൗണിൽ ഇരുന്നാൽ പോലും അതിനുണ്ടാകുന്ന എല്ലാ ചിലവുകളുടെയും റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? കൺസൈനർക്കാണ്. സോ എന്തെങ്കിലും ചിലവുകൾ കൺസൈനി വഹിച്ചാൽ അതിന് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ കൺസൈനർ തിരിച്ചു കൊടുക്കും. ഓക്കെ, സോ ഇതെല്ലാം ആരുടെ എക്സ്പെൻസുകളാണ്? കൺസൈനറിൻ്റെ എക്സ്പെൻസ് ആണ്. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് വരും ചിലവുകളായി കഴിഞ്ഞാൽ. എന്തെങ്കിലും അഡ്വാൻസ് കിട്ടിയാലോ? അഡ്വാൻസ് കിട്ടുവാണെങ്കിൽ എങ്ങനെയാണ്? അഡ്വാൻസ് ഇപ്പം ഒരു ഗുഡ്സ് അയക്കാനായിട്ട് കൊടുക്കും, അഡ്വാൻസ് കിട്ടി, അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി, കൺസൈനി അഡ്വാൻസ് കൊടുത്തു. അതായത് ഈ ഗുഡ്സ് ഇവിടെ ഇരിക്കുമല്ലേ, അപ്പം ഇദ്ദേഹത്തിന് ഇത്രയും ഗുഡ്സ് ഇരിക്കുന്ന സമയത്ത് ഒരു 50 ലക്ഷം രൂപയുടെ ഗുഡ്സ് തന്നു. അപ്പോൾ 10 ലക്ഷം രൂപ ആര് കൊടുക്കുന്നു? കൺസൈനി. വിറ്റിട്ടില്ല, വിൽക്കുന്നതിന് മുമ്പ് കൺസൈനർക്ക് അഡ്വാൻസ് കൊടുക്കുന്നു. എന്തെങ്കിലും അഡ്വാൻസ് കൺസൈനി കൊടുത്താൽ, നോക്കിക്കേ, അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി, കൺസൈനി അഡ്വാൻസ് കൊടുത്താൽ എന്താണ്? കൺസൈനർ അക്കൗണ്ട്, കൺസൈനറാണല്ലോ മേടിച്ച ആൾ, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അടുത്തത്, ഗുഡ്സ് സോൾഡ് ബൈ കൺസൈനി. ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ, ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ, ഗുഡ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ആർക്കാണ് പോകുന്നത്? ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഒന്നുകിൽ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് എന്ന് പറയും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ. ആർക്കായി ക്യാഷ് പോകേണ്ട ആൾ? കൺസൈനറിലോട്ടല്ലേ ക്യാഷ് പോകുന്നത്. ഇപ്പം നമ്മൾ ഗുഡ്സ്
കാശിനാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഗുഡ്സ് വിൽക്കുന്നത് കാശിനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ എന്നും, അതല്ല കടത്തിനാണ് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, കടത്തിനാണെങ്കിൽ നമുക്ക് എന്ത് വരും? സ്വാഭാവികമായിട്ടും ഡെറ്റേഴ്സ് വരത്തില്ലേ? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ എന്നും വരും. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. കൺസൈനിയുടെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്, ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി. നോക്കിയേ, ഗുഡ്സ് കൺസൈനിക്ക് കൊടുക്കുമ്പോൾ എഴുതത്തില്ല, കൺസൈനിയുടെ ബുക്കിൽ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ദെൻ അതുപോലെ തന്നെ കൺസൈനർക്ക് എന്തെങ്കിലും ചിലവുകൾ ഉണ്ടായാൽ അതും കൺസൈനിയുടെ ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ എന്നാൽ ഇത് നോക്കിക്കേ, എന്നാൽ കൺസൈനിക്ക് എന്തെങ്കിലും ചിലവായാൽ അത് ആരുടെ ചിലവാ? കൺസൈനറിൻ്റെ ചിലവല്ലേ? ഞാൻ പറഞ്ഞു നമ്മുടെ ഗോഡൗണിൽ ഇരുന്നാലും കൺസൈനറിൻ്റെ ചിലവാതെന്ന് പറഞ്ഞു അല്ലേ? ഒരു സെക്കൻഡ്. അപ്പം കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അതല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയും. ഓക്കെ ആണേ, ചിലവായി കഴിഞ്ഞാൽ. എന്നിട്ട് എന്തെങ്കിലും അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി ഇത്രയും ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കൺസൈനർക്ക് എന്തെങ്കിലും അഡ്വാൻസ് കൊടുത്താൽ എന്ത് ചെയ്യും? കൺസൈനറിന് അഡ്വാൻസ് കിട്ടി, കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയും. ദെൻ അതുപോലെ തന്നെ ഗുഡ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ വിൽക്കുന്നത്? കൺസൈനി ഗുഡ്സ് വിറ്റാൽ ഇത് ആർക്കായി ക്യാഷ് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ക്യാഷ് പോകുന്നത് ആർക്കാ? കൺസൈനർക്കാണ്. അപ്പം കൺസൈനർക്കാണ് പൈസ പോകുന്നത്. ഇപ്പം ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട്, അതല്ല കടത്തിനാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർക്കല്ലേ ഈ പോകുന്നത്. ഓക്കെ, കൺസൈനർക്ക് ആ പൈസ കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ. ഓക്കെ ആണേ. റെമിറ്റൻസ് ഫ്രം കൺസൈനി ടു കൺസൈനർ. അപ്പം സാധനം വിറ്റു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനർ എഴുതി. ഇനി അടുത്ത നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ഈ പൈസ ആർക്ക് കൊടുക്കണം? കൺസൈനർക്ക് കൊടുക്കണം. കൊടുക്കുമ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. കൺസൈനർ അക്കൗണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, അതിനെ തിരിച്ചെന്ത് ചെയ്യണം? കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് വരും. ദെൻ സെൻഡ് എ പേയ്മെൻറ്റ് ഫോർ ഗുഡ്സ് കമ്മീഷൻ ഓൺ സെയിൽ ഡ്യൂ ടു കൺസൈനി റിസീവബിൾ. കൺസൈനിക്ക് കൊടുക്കാനുണ്ട്. ഇനിയത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ നടന്നു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? കമ്മീഷൻ കൺസൈനിക്ക് കൊടുക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. 3 ടൈപ്പ് കമ്മീഷൻസ് ഉണ്ട്. എത്ര ടൈപ്പാണ്? 3 ടൈപ്പ് കമ്മീഷനുണ്ട്. നോർമൽ കമ്മീഷനും, ഡെൽക്രെഡറി കമ്മീഷനും, ഓവർ റൈഡിങ് കമ്മീഷനും. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് പഠിച്ചു വെച്ചേക്കണം. ഈ 3 ടൈപ്പ് ഓഫ് കമ്മീഷൻസ് നോർമലുണ്ട്, ഓവർ റൈഡിങ് ഉണ്ട്, ഡെൽക്രെഡറി കമ്മീഷൻ. അതിനകത്തൊരു ക്രെഡിറ്റ് ഇങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ? ഒരു ക്രെഡിറ്റ് ഓർത്ത് വെച്ചേക്കാം. ഡെൽക്രെഡറി ക്രെഡിറ്റ് ഓർത്ത് വെച്ചേക്കാം. അതായത് ഒരു കൺസൈനിക്ക് കൊടുക്കുന്ന കമ്മീഷനുകളാണ് ഈ 3 ടൈപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നോർമൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞാനെന്ന കൺസൈനർ ഒരു കൺസൈനിയായ നിങ്ങൾക്ക് സാധനം വിൽക്കുമ്പോൾ ഒരു കമ്മീഷൻ തരും. നോർമൽ ഒരു കമ്മീഷൻ. 50,000 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 10% കമ്മീഷൻ, 5 ലക്ഷം രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 10% കമ്മീഷൻ. അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഇങ്ങനെ പോകുന്നു. അപ്പോഴെന്തെങ്കിലും ആരെങ്കിലും പൈസ, ഞാൻ വിറ്റ സാധനം തന്നെ ആയിക്കോട്ടെ, ഞാൻ വിറ്റെന്നല്ല, കൺസൈനറായ ഞാനും നിങ്ങൾ കൺസൈനി, ഞാൻ കൺസൈനർ നിങ്ങൾ കൺസൈനി. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. അങ്ങനെ കൺസൈനറായ ഞാൻ നിങ്ങളോട് ഒരു നോർമൽ കമ്മീഷനിൽ നിങ്ങളെടുത്ത് സാധനങ്ങൾ വിൽക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങളങ്ങനെ വിൽക്കുന്നു. എന്ത് നിങ്ങൾ വിറ്റാലും നിങ്ങൾക്ക് എത്ര ശതമാനമേ തരത്തുള്ളൂ? 10% തരത്തുള്ളൂ. ഓക്കെ ആണേ 10% ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ സാധനം വിറ്റു, ഓക്കെ, ആരെങ്കിലും പൈസ തരാതോ, അല്ലെങ്കിൽ നിങ്ങളാണ് സാധനം വിറ്റത്, ആരെങ്കിലും പൈസ തരാതോ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയാലോ അത് ആരുടെ നഷ്ടമാണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ നഷ്ടമാണ്. എൻ്റെയാണ് നഷ്ടപ്പെടുന്നത്, കൺസൈനറിനാണ് നഷ്ടം വരുന്നത്. കാര്യം ഇദ്ദേഹം നമ്മുടെ ഏജൻറ്റായിട്ട് വന്നു വിറ്റു എന്നേ ഉള്ളൂ. ഒരു പരിധി കൂടുതൽ നമുക്കായിരിക്കും അദ്ദേഹത്തിനെ ഒന്നും ബാധിക്കത്തില്ല. നോർമൽ കമ്മീഷൻ്റെ കേസിൽ നോർമൽ കമ്മീഷൻ എന്ന് വെച്ചാൽ ഒരു കമ്മീഷൻ ഏജൻ്റായിട്ട് നോർമലി ഒരു കൺസൈനി പ്രവർത്തിക്കുന്നു. ഓക്കെയാണ്, ഡൗട്ടില്ല, മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഓവർ റൈഡിങ് കമ്മീഷൻ. ചില കൺസൈനികൾക്കുണ്ടല്ലോ, ചില ഏജൻറ്റന്മാർക്ക്, കൺസൈനി മീൻസ് ഏജൻറ്റ്, അതായത് നിങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങൾ ആലോചിക്കും, ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് വിറ്റാൽ മതിയെന്ന്. പക്ഷെ അതല്ല, ഒരു 8,000 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ഒരു 2,000 രൂപ എക്സ്ട്രാ കിട്ടുമല്ലോ, മാർക്കറ്റ് പ്രൈസിൽ വിറ്റാൽ മതി.
നമ്മൾ ചില കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ ആ ഫിക്സഡ് പ്രൈസിലേ വിൽക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോഴെന്ത് ചെയ്യും? അവർ ഓവർ റൈഡിങ് കമ്മീഷൻ്റെ ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞ കൺസൈനർ പറഞ്ഞ വിലയെക്കാട്ടിലും കൂടുതൽ വിലയിൽ ആര് വിൽക്കുന്നു? ഈ പറഞ്ഞ കൺസൈനി വിൽക്കുന്നു. ഓക്കെ, കൺസൈനി എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ വിലയെ, കൺസൈനറായി ഞാൻ പറഞ്ഞ വിലയെക്കാട്ടിലും കൂടുതൽ വിലയ്ക്ക് നിങ്ങൾ വിൽക്കുകയാണ്. അപ്പം ഓവർ റൈഡിങ്, ഞാൻ പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ വിലയ്ക്ക് വിൽക്കുക. അപ്പോൾ എത്ര രൂപയുടെ സെയിൽസിനാണോ ടോട്ടൽ സെയിൽസ്, ഓവർ റൈഡിങ് കമ്മീഷൻ കണ്ടുപിടിക്കുന്ന ഇവിടെ എപ്പോഴാണെന്ന് ചോദിക്കും. ഏത് സെയിൽസിനാണെന്ന് ചോദിക്കും. ടോട്ടൽ സെയിൽസിനാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്, ഞാൻ ഈ പറയുന്നതല്ല. ശ്രദ്ധിച്ചിരിക്കുക, ഇതെല്ലാം പ്രീവൈക്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു 5000 രൂപയ്ക്ക് വിറ്റാൽ മതി. നിങ്ങൾ പറയുന്നു അല്ല 8000 രൂപയ്ക്ക് വിൽക്കാം. ശരി, വിറ്റോ, നിങ്ങൾ വിറ്റോ. അപ്പോൾ 8000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഈ 8000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഈ 8000 രൂപ എനിക്കാണ് കിട്ടുന്നത്. ബേസിക്കലി ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടം ആർക്കാ? കൺസൈനറായി എനിക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എത്ര രൂപയ്ക്ക് വിറ്റോ ആ വിറ്റ വിലയുടെ ഒരു നല്ല കമ്മീഷൻ തരും. മനസ്സിലായോ? അപ്പം അത് ആർക്കാണ് നേട്ടം? ബേസിക്കലി കൺസൈനർക്ക് നേട്ടമാണ്, അതുകൊണ്ട് കൺസൈനിക്ക് നേട്ടമുണ്ട്. അത്തരം കമ്മീഷന് പറയുന്ന പേരാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സെയിൽസിനാണ്. നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതെന്ന്. അതായത് 5000 രൂപയുടെ സാധനം 8000 രൂപയ്ക്ക് വിറ്റു. അപ്പം 5000 രൂപയ്ക്ക് വിൽക്കേണ്ടത് 8000 രൂപയ്ക്ക് വിറ്റു. നിങ്ങളപ്പം 3000 രൂപ കൂട്ടി വിറ്റുള്ളൂ. അപ്പോൾ ആ 3000 രൂപയ്ക്കാണോ കമ്മീഷൻ കിട്ടുന്നേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3000-നല്ല, നിങ്ങൾ 8000-ന് വിൽക്കുമ്പോൾ ആ 8000-ന് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അതാണ് ടോട്ടൽ സെയിൽസിനാണ് നമ്മൾ ഓവർ റൈഡിങ് കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി, നോർമൽ കമ്മീഷനും മനസ്സിലായി, ഓവർ റൈഡിങ് കമ്മീഷനും മനസ്സിലായി. ഇനി പറയാനുള്ളത് ഡെൽക്രെഡറി കമ്മീഷനാണ്. ഡെൽക്രെഡറി കമ്മീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, നിങ്ങളുടെ വീടിനടുത്ത് ഉള്ള കടകളിൽ EMI ഇട്ടും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മന്ത്ലി അല്ലാതെ EMI എന്ന് വെച്ചാൽ ഇപ്പോൾ ബജാജോ അങ്ങനെയൊക്കെ ഉള്ളവരിടുന്നതാണ് മറ്റേ ഫിനാൻസ് ഇട്ട് ചെയ്യുന്നത്. അതല്ലാതെ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം എന്നും പറഞ്ഞിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം കൺസൈനർ പറയും നിങ്ങൾ കൊടുത്തോ, നിങ്ങൾക്ക് ഞാൻ കമ്മീഷൻ തന്നോളാം, പക്ഷേ ആ ബാഡ് ഡെറ്റിൻ്റെ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞു, നോർമൽ കമ്മീഷൻ ആവുന്ന സമയത്ത് ഇപ്പം ഒരാൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി, അയാൾ ഇൻസോൾവൻ്റ് ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ കൺസൈനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ഈ ഡെൽക്രെഡറി കമ്മീഷൻ്റെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ റിസ്കിൽ, അതായത് കൺസൈനിയുടെ റിസ്കിൽ അദ്ദേഹം കടത്തിന് സാധനം കൊടുക്കുക. കടത്തിന് സാധനം കൊടുത്തിട്ട് ഈ കടത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് നിങ്ങളെന്ന കൺസൈനി എന്നോട് പറയുന്നു. മനസ്സിലായോ? നിങ്ങളാണ് കൺസൈനി, ഞാനാണല്ലോ കൺസൈനർ. സോ നിങ്ങൾ എന്നോട് പറയുകയാണ്, ശരി ഞങ്ങൾ നിങ്ങൾക്ക് സാധനം വിറ്റ് തരാം, പക്ഷെ കടത്തിനായിരിക്കും വിൽക്കുന്നത്, കടത്തിൻ്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് പക്ഷേ കമ്മീഷൻ തന്നാൽ മതി എന്ന് പറയുന്നു. ശരി, നമുക്ക് സാധനം വിറ്റ് പോകും. കൺസൈനറെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ലാഭമാണ്, അദ്ദേഹത്തിൻ്റെ സാധനം വിറ്റ് പോകും. സോ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇത് ഏറ്റവും നല്ല ലാഭകരമായൊരു ബിസിനസ്സാണ്. കാര്യം ബാഡ് ഡെറ്റ് അറിയുകയും വേണ്ട, നമ്മുടെ സാധനവും പോകും. സോ അപ്പം എന്ത് പറയുന്നു? അങ്ങനെ ബാഡ് ഡെറ്റിനെ കമ്മീഷൻ കൊണ്ട് ചെയ്യും, കമ്മീഷനും ബാഡ് ഡെറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അഥവാ ബാഡ് ഡെറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കമ്മീഷനകത്ത് നിന്ന് കുറയ്ക്കും. ആർക്ക് പോവും? കൺസൈനിക്ക് പോവും. മനസ്സിലായോ? അങ്ങനെ പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും കൺസൈനി? നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ ആ കടം തരാനുള്ള ആടെ വീട്ടിൽ പോയി സാധനം പൈസ മേടിക്കത്തില്ലയോ? അങ്ങനെയൊക്കെ മേടിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ആ കമ്മീഷന് പറയുന്ന പേരാണ് ഡെൽക്രെഡറി കമ്മീഷൻ. പിന്നെ വേറൊരു ടേമുണ്ട്, അക്കൗണ്ട് സെയിൽ എന്ന് പറയും. അക്കൗണ്ട് സെയിൽ എന്ന് വെച്ചാൽ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കേട്ടല്ലോ? അത് ഓർത്ത് വെച്ചേക്കുക. അക്കൗണ്ട് സെയിലും ഇതിനകത്തുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നത്, മറന്നുപോയില്ലേ? സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്കൗണ്ട് സെയിൽ. ഓക്കെ, ദെൻ റെമിറ്റൻസ് ഫ്രം കൺസൈനി ടു കൺസൈനർ അക്കൗണ്ട് ടു ബാങ്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി കമ്മീഷൻ ഓൺ സെയിൽസ് ഡ്യൂ ടു കൺസൈനിക്ക് കിട്ടാനുള്ള കമ്മീഷൻ, കൺസൈനർ അക്കൗണ്ട് ടു കമ്മീഷൻ അക്കൗണ്ട്. ദെൻ കമ്മീഷൻ നമ്മുടെ കൺസൈനി വാങ്ങിക്കഴിയുമ്പോൾ ക്യാഷ് വഴിയാണല്ലോ, ക്യാഷാണല്ലോ കൊടുക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ടു കൺസൈനർ അക്കൗണ്ട്. പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻ്റ് ഒന്നും ഇതിനകത്ത് നമ്മുടെ കൺസൈനിയുടെ അക്കൗണ്ടിനകത്ത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ലോസ് ഓൺ കൺസൈൻമെൻറ്റ്, കടത്തിൽ ഈ കൺസൈൻമെൻറ്റ് നഷ്ടം വന്നാലോ?
അതും ഇതിനകത്ത് വരത്തില്ല. ദെൻ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ആണെങ്കിലോ അതും ഇതിനകത്ത് വരത്തില്ല, കൺസൈൻഡ് അക്കൗണ്ടിൽ വരില്ല. വെൻ ഡെൽക്രെഡറി കമ്മീഷൻ ഈസ് നോട്ട് അലൗഡ്, ഡെൽക്രെഡറി കമ്മീഷൻ ബാഡ് ഡെറ്റിന് വേണ്ടി അലൗ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞില്ലായിരുന്നു ഡെൽക്രെഡറി കമ്മീഷൻ എന്തിനാണ് അലൗ ചെയ്യുന്നത്? ബാഡ് ഡെറ്റ് കൺസൈനറിൻ്റെ ബാഡ് ഡെറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽക്രെഡറി കമ്മീഷൻ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ ബാഡ് ഡെറ്റ് ആപ്ലിക്കബിൾ, അങ്ങനെ ഡെൽക്രെഡറി കമ്മീഷൻ അലൗ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് ഈ ചിലവെല്ലാം പോകുന്നത്? കൺസൈനിക്ക് പോവും. കാര്യം ഡെൽക്രെഡറി കമ്മീഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കടവെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ടല്ലേ കൺസൈനി ഏറ്റെടുക്കുന്നത്. സോ ചിലവ് ആരുടെയാണ്? കൺസൈനിക്കാണ് പോകുന്നത് നഷ്ടം വന്നാലും. സോ എക്സ്പെൻസസ് ഓഫ് ദ കൺസൈനി. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് ആരുടെ കയ്യിൽ നിന്ന് പോകും? കൺസൈനിയുടെ അക്കൗണ്ടിൽ നിന്ന് കയ്യിൽ നിന്ന് പോകും കേട്ടോ. ഡെൽക്രെഡറി കമ്മീഷൻ ഈസ് നോട്ട് അലൗഡ് ബാഡ് ഡെറ്റ് കൺസൈനർ അക്കൗണ്ട് ടു ബാഡ് ഡെറ്റ് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. ദെൻ നോക്കിക്കേ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കിക്കേ. ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനി ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ്, ആരുടെ ബുക്കിലെ കാര്യമാണ് പറയുന്നത്? കൺസൈനിയുടെ ബുക്കിലെ കാര്യമാണ് പറയുന്നത്. ഈ കൺസൈനിയുടെ ബുക്കിനകത്ത് ലാഭം കൺസൈനിയുടെ ബുക്കിൽ വരുമോ? നിങ്ങൾ തന്നെ പറ, ലാഭം വരുമോ ഇല്ലയോ? വരുമോ? ലാഭം വരുമോ? കൺസൈനിയുടെ ബുക്കിൽ വരുമോ? ട്രേഡിംഗ് നോക്കിക്കേ, കൺസൈനിയുടെ ബുക്കിൽ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു, കൺസൈനിയുടെ ബുക്ക് എഴുതുന്ന സമയത്ത് ലാഭം എങ്ങോട്ട് മാറ്റും? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുമോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമോ? പർച്ചേസ് വരുമോ? ഇതിനകത്തൊന്നിലും വരത്തില്ല, അല്ലയോ? കൺസൈൻമെന്റ് ബിസിനസിന്റെ ലാഭം കൺസൈൻമെന്റ് അക്കൗണ്ടിലല്ലേ വരുന്നേ? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ കൺസൈൻമെന്റ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ന്. ദെൻ നോക്കിക്കേ, വെൻ ക്യാഷ് സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി, ക്യാഷ് സെയിൽസ് കൺസൈനി നടത്തി. ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് വിത്ത് കൺസൈനീസ് ബുക്ക്, കൺസൈനിയുടെ ബുക്കിൽ എന്തായിരിക്കും എഴുതുന്നത്? ക്യാഷ് സെയിൽസ് നടത്തുമ്പോൾ അക്കൗണ്ടിൽ എന്ത് നമ്മൾ എഴുതും? എന്തായിരിക്കും എഴുതുന്നത്? എന്ത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ, ക്യാഷ് അക്കൗണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ഡെറ്റർ ടു കൺസൈനർ അക്കൗണ്ട്, കൺസൈനർ ടു കൺസൈനർ അക്കൗണ്ട്, ക്രെഡിറ്റഡ് വിത്ത് കൺസൈനർ അക്കൗണ്ട്. കൺസൈനർ അക്കൗണ്ട് നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? അടുത്ത് നോക്കിക്കേ, ഡാഷ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ഇൻഡിക്കേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഹിം. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പം ഞാൻ അക്കൗണ്ട് സെയിലിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതായത് എത്ര രൂപയുടെ സാധനം വിറ്റു, എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആർക്ക് അയക്കുന്നു? പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ഇൻഡിക്കേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഹിം. മനസ്സിലായോ? എത്ര രൂപയുടെ സാധനം എത്ര ക്വാണ്ടിറ്റിയിൽ ഞാൻ വിറ്റു എന്ന് കൺസൈനറിനെ അയക്കുന്നു, കൺസൈനറിനോട് പറയുന്നു. ഏത് വഴിയാണ് പറയുന്നത്? അക്കൗണ്ട് സെയിൽസ് വഴിയാണ് പറയുന്നത്. ആ സെയിൽസിനകത്ത് തന്നെ ഉണ്ട് അക്കൗണ്ട് സെയിൽസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, വെൻ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് റിയൽ അക്കൗണ്ടാണ് അല്ലേ? അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും? എവിടെയാ? പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ടിലോട്ടാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. കൺസൈനിയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്. ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. മറന്നു പോവല്ലേ? നിങ്ങൾ മറന്നൊന്നും പോകത്തില്ല, നിങ്ങൾ നല്ല കുട്ടികളാണ്. അടുത്തത്, വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു ആൻ ഏജൻറ്റ് ടു ബി സോൾഡ് ബൈ ഹിം ആൻ ഓൺ അക്കൗണ്ട് ആൻഡ് ദ റിസ്ക് ഓഫ് ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ട്രാൻസാക്ഷൻ ഈസ് കാൾഡ്. അതായത് ഒരാൾ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിസ്ക് എല്ലാം തന്നെ ഗുഡ്സ് അയക്കുന്ന വ്യക്തി ഏറ്റെടുക്കുന്നു. ഈ തരം ബിസിനസ്സിന് പറയുന്ന പേരാണ് കൺസൈൻമെൻറ്റ് ബിസിനസ് അല്ലേ? ഒരു പ്രിൻസിപ്പാളായ കൺസൈനറായ ഞാൻ, കൺസൈനിയായി നിങ്ങളെ എൻ്റെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി കമ്മീഷൻ വ്യവസ്ഥയിൽ നിയമിക്കുന്നു. അത്തരം ബിസിനസ്സാണ് ഏത്? കൺസൈൻമെൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, അഡ്വാൻസ് അഗെയിൻസ്റ്റ് ദ കൺസൈൻമെൻറ്റ് ഈസ് ക്രെഡിറ്റഡ് അഗെയിൻസ്റ്റ് ദ ഡാഷ് ഓഫ് ദ കൺസൈനി.
അതായത് അഡ്വാൻസ് കൊടുക്കത്തില്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഞാൻ 50 ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾക്ക് തരുക, എന്ത് വിശ്വസിച്ചാണ് തരുന്നേ? നിങ്ങളെന്തേലും നിങ്ങൾ ചിലപ്പോൾ നശിപ്പിച്ചാലോ? അങ്ങനെയൊക്കെ പല പല ചിന്തകൾ വരുമല്ലോ നിങ്ങൾക്ക്. എൻ്റെ അത്രയും സാധനം അങ്ങോട്ട് നിങ്ങളുടെ അസറ്റ് നിങ്ങളുടെ കയ്യിലോട്ട് തരുക. സോ അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെന്ന കൺസൈനി എനിക്കൊരു അഡ്വാൻസ് തരും. ഓക്കെ, ഈ അഡ്വാൻസ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബിസിനസ്സുകൾ നമ്മളിപ്പോൾ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പോൾ ഒരു മാസം കൊണ്ട് തീരുന്നൊരു ബിസിനസ് അല്ല ഈ കൺസൈൻമെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഈ മാസമായിരിക്കും, അടുത്ത മാസമായിരിക്കും, അങ്ങനെ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതിങ്ങനെ പ്രോസസ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. സോ എന്ത് ചെയ്യും? അഡ്വാൻസ് തരുന്നു, അഡ്വാൻസ് പിന്നെ ഡിഡക്റ്റ് ചെയ്യുന്നു, കൊടുക്കാനുള്ളതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അത് പോകും. ഓക്കെ, എന്തായാലും ആവട്ടെ. അങ്ങനെ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് അഡ്വാൻസ് അഗെയിൻസ്റ്റ് ദ കൺസൈൻമെൻറ്റ് ഈസ് ക്രെഡിറ്റഡ് അഗെയിൻസ്റ്റ് ദ ഡാഷ് ഓഫ് ദ കൺസൈനി. എവിടെയാണിത് ചെയ്യുന്നത്? പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദ കൺസൈനി. എവിടെയാണിത് ചെയ്യുന്നത്? അഡ്വാൻസ് അഗെയിൻസ്റ്റ് കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൺസൈനിയുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ്. മനസ്സിലായോ? കൺസൈനിയുടെ പേഴ്സണൽ അക്കൗണ്ടിലല്ലേ കൊടുക്കുന്നേ. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഈസ് നോട്ട് ക്രെഡിറ്റഡ് ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കാത്ത ഏതാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കാത്തത് ഏതായിട്ടാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റം ഈസ് നോട്ട് ക്രെഡിറ്റഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കാണിക്കാത്തതല്ല, വരാത്തതും അല്ല, ക്രെഡിറ്റ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ചോദിച്ചേക്കുന്നത്? ക്യാഷ് സെയിൽസ് അറിയാം, ക്രെഡിറ്റ് സെയിൽസ് അറിയാം, കൺസൈൻമെൻറ്റ് സ്റ്റോക്കും അറിയാം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്താണ്? ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഇത് മാത്രമേ ഉള്ളൂ. കൺസൈനിയുടെ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസൈൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലവല്ലേ, എക്സ്പെൻസ് അല്ലേ, ഡെബിറ്റ് അല്ലേ ചെയ്യുന്നത്. ഇതാണ് എന്ത്? കൺസൈനിയുടെ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? നോട്ട് ക്രെഡിറ്റഡ് എന്ന് വന്നിരിക്കുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ കൺസൈനി ടു കൺസൈനർ. കൺസൈനറിന് അയച്ചു കൊടുക്കുന്ന പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് എന്ത്? അക്കൗണ്ട് സെയിൽ. എന്താണ്? അക്കൗണ്ട് സെയിൽ. അടുത്തത് അക്കൗണ്ട് സെയിൽ ഇസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ബൈ. അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്യുന്നതും അയക്കുന്നതും ആരാണ്? നിങ്ങളെന്ന കൺസൈനിയാണ്. നിങ്ങളാണ് എനിക്ക് അയച്ചു തരുന്നത്. നിങ്ങൾ കൺസൈനിയും ഞാൻ കൺസൈനറും. അപ്പോൾ കൺസൈനി എന്ന നിങ്ങൾ കൺസൈനറായ എനിക്ക് പീരിയോഡിക്കലി ഇത്ര രൂപയുടെ സെയിൽ നടന്നു, ഈ മാസം ഇത്ര രൂപയുടെ നടന്നു, ഇത്ര രൂപയ്ക്ക് ഞാൻ വിറ്റു, ഇത്ര കമ്മീഷൻ എനിക്ക് കിട്ടാനുണ്ട്, ഇതെല്ലാം കൂടി നിങ്ങൾ എനിക്ക് അയച്ചു തരുന്നു. അതിന് പറയുന്ന പേരാണ് അക്കൗണ്ട് സെയിൽ. ഓക്കെ, നമ്മൾ ചോദിച്ചു ഓവർ റൈഡിങ് കമ്മീഷൻ. നമ്മൾ പറഞ്ഞില്ലേ ഓവർ റൈഡിങ് കമ്മീഷൻ. ഓൾറെഡി ഒരു എമൗണ്ടിലാണ് ഞാൻ വിൽക്കാൻ പറഞ്ഞത്. ഓൾറെഡി ഈ 5000 രൂപയ്ക്ക് വിറ്റാലും കൺസൈനറായി എനിക്കൊരു ലാഭം തരാൻ പറ്റും. നിങ്ങൾക്ക് ഒരു കമ്മീഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾ കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 3000 രൂപയും കൂടെ കൂട്ടി വിൽക്കുവാണ് കൺസൈനിയായി നിങ്ങൾ, അല്ലേ? അതിന് പറയുന്ന അപ്പോൾ ഞാൻ തരുന്ന കമ്മീഷൻ പറയുന്ന പേരാണ് ഇത്? ഓവർ റൈഡിങ് കമ്മീഷൻ. ഈ ഓവർ റൈഡിങ് കമ്മീഷൻ ഞാൻ എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് തരണം? കൺസൈനറായ ഞാൻ കൺസൈനിയായി നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് തരണം? എത്ര കോസ്റ്റ്? എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ സെയിൽസിന് തരണം. നിങ്ങൾ പറയുക നിങ്ങളുടെ സാധനം വിറ്റ് തന്നതേ 3000 രൂപയുടെ കമ്മീഷൻ കിട്ടാനല്ല, ഞങ്ങൾ എത്ര രൂപയ്ക്കാണോ വിറ്റ് അതിൻ്റെ മൊത്തത്തിലുള്ളതിൻ്റെ കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്നു. ഇപ്പോൾ ഓവർ റൈഡിങ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടോട്ടൽ സെയിൽസിനാണ്. മറന്നു പോകരുത്, ടോട്ടൽ സെയിൽസ്. അടുത്തത് ഇൻ ദി ബുക്സ് ഓഫ് ദ കൺസൈനി ദ എക്സ്പെൻസസ് ഇൻക്യൂർഡ് ബൈ ഹിം ഓൺ കൺസൈൻമെൻറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. അതായത് ഒരു കൺസൈൻമെൻറ്റ് ബിസിനസ്സിലുണ്ടായ എല്ലാ ചിലവുകളും ആരുടെ ചിലവാത്? കൺസൈനറിൻ്റെ ചിലവുകളാണ്. കൺസൈനറിനല്ലേ ചിലവെല്ലാം ആരടയ്ക്കണ്ടേ? കൺസൈനറല്ലേ അടയ്ക്കണ്ടേ? സോ ഇൻ ദ ബുക്സ് ഓഫ് ദ കൺസൈനി ദ എക്സ്പെൻസസ് ഇൻക്യൂർഡ് ബൈ ഹിം ഓൺ കൺസൈൻമെൻറ്റ് ആർ ഡെബിറ്റഡ് ടു. ആര് ഡെബിറ്റ് ചെയ്യും? എവിടെ ഡെബിറ്റ് ചെയ്യും? കൺസൈനറിൻ്റെ അക്കൗണ്ടിലാണ് ഈ കൺസൈനി ഡെബിറ്റ് ചെയ്യുന്നത്. കാര്യം ഇതെല്ലാം ആരുടെ ചിലവാ? കൺസൈനറിൻ്റെ ചിലവാ. നോക്കിക്കേ, ദ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സെയിൽ. ഇൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് സെയിൽ ഈസ് സബ്മിറ്റഡ് ബൈ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് എത്ര തവണ ചോദിച്ചേക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ മനസ്സിലായി എത്ര തവണയാണ് ഈ ചോദ്യം റിപ്പീറ്റഡ് വന്നിരിക്കുന്നത്. അപ്പം അക്കൗണ്ട് സെയില് കൺസൈനർക്ക് അയച്ചു കൊടുക്കുന്നതാണ്, പീരിയോഡിക്കലി അയച്ചു കൊടുക്കുന്നതാണ്. എത്ര രൂപയുടെ സാധനം, എത്ര ക്വാണ്ടിറ്റി, എത്ര രൂപയ്ക്ക് വിറ്റു, എല്ലാ ഡീറ്റെയിൽസും എന്തിനകത്തുണ്ടാകും? അക്കൗണ്ട് സെയിൽസിലുണ്ടാകും. ഇതൊരു പീരിയോഡിക്കലി അയച്ചു കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. In the case of del creditory commission, the liability of dash is consignee. എന്തിൻ്റെ ലയബിലിറ്റിയാണ് കൺസൈനിക്ക് വരുന്നത്? ഡെൽ ക്രെഡറി. ഞാൻ പറഞ്ഞല്ലോ ഡെൽ ക്രെഡറി, ക്രെഡിറ്റിന് കൊടുത്തു, കടത്തിന് കൊടുത്തു.
കടത്തിന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫുള്ള് റിസ്ക്കും ആരുടെ കൈകളിലാണ്? കൺസൈനിയുടെ കയ്യിലാണ്. ബാഡ് ഡെറ്റ് ഉണ്ടായാൽ ആര് എടുത്തോണം? കൺസൈനി എടുത്തോണം. അതൊരിക്കലും കൺസൈനറിന് ഉത്തരവാദിത്വമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കടത്തിന് വിറ്റോ, കടത്തിന് വിട്ട് ഞാൻ എന്തായാലും ടോട്ടൽ സെയിൽസിന് നിങ്ങൾക്ക് കമ്മീഷൻ തരും. ഓക്കെ, പക്ഷേ കടത്തിൻ്റെ സംഭവം നിങ്ങൾ എന്തായാലും എനിക്ക് പൈസ തന്നേ പറ്റത്തുള്ളൂ. ബാഡ് ഡെറ്റ് നിങ്ങൾ വഹിച്ചോണം. അപ്പോൾ എന്ത് ചെയ്യും? ഇദ്ദേഹം കമ്മീഷൻ കിട്ടിയതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ബാഡ് ഡെറ്റിന് ഇദ്ദേഹം എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഈ കൺസൈനി കമ്മീഷൻ റിസീവ്ഡിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായോ? ഇതിനടുത്ത് നോക്കിക്കേ, ഇൻ ദ ബുക്സ് ഓഫ് ദ കൺസൈനി ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ക്രെഡിറ്റഡ് ടു. സെയിൽ ഓഫ് ഗുഡ്സ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനറിൻ്റെ അക്കൗണ്ടാ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനർ. അതല്ല, കടത്തിനാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനർ. അങ്ങനെയല്ലേ എഴുതുന്നേ? കൺസൈനറുടെ ബുക്കിൽ അങ്ങനെയല്ലേ എഴുതുന്നേ? കൺസൈനറിൻ്റെ അക്കൗണ്ടിൽ എഴുതുന്നു ഈസ് ക്രെഡിറ്റഡ് ടു കൺസൈനർ അക്കൗണ്ട്. ഓക്കെ, കൺസൈൻമെൻറ്റ് ഡെൽക്രഡറി കമ്മീഷൻ എപ്പോഴും കൊടുക്കുന്നത് എവിടെയാണ്? ടോട്ടൽ സെയിൽസിനാണ് കൊടുക്കുന്നത്. ഡെൽക്രഡറി കമ്മീഷൻ എവിടെ കൊടുക്കുന്നു? ടോട്ടൽ സെയിൽസിന് കൊടുക്കുന്നു. ദെൻ അടുത്തത്, ഓൺ ഇൻ ദി ബുക്സ് ഓഫ് ദ കൺസൈനർ ദ ലോസ് ഓൺ കൺസൈൻമെൻറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. നഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ക്രെഡിറ്റ് ചെയ്യുമെന്ന്? എവിടെ ക്രെഡിറ്റ് ചെയ്യും? നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ലോസ് ഈ ലാഭവും നഷ്ടവും എല്ലാം വരുന്ന എവിടെയാണ്? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലാണ്. ലോസ് ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യും അല്ലേ? എവിടെ ഡെബിറ്റ് ചെയ്യുന്നു? കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ലാഭമാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും നഷ്ടമാണെങ്കിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ ദ കൺസൈനി ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഇൻ ഹിസ് ബുക്ക്. ആരുടെ ബുക്കിലാണ്? വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി. കൺസൈനി ഗുഡ്സ് വിറ്റാൽ, കൺസൈനി ഗുഡ്സ് വിൽക്കുമ്പോൾ ആരുടെ ബുക്കിലാണ് വരുന്നതെന്ന് എവിടെ എഴുതുന്നത്? കൺസൈനി ഗുഡ്സ് വിൽക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ട്, കൺസൈനറായ എനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്നത്. സോ നിങ്ങളുടെ വെൻ സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദ അക്കൗണ്ട് ക്രെഡിറ്റഡ് വിൻ ഹിസ് ബുക്ക്. ഏത് ആളുടെ ബുക്കിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇപ്പം എത്ര തവണ വന്ന് ഈ ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കൺസൈനറിൻ്റെ അക്കൗണ്ടിൽ. അപ്പം നമ്മൾ ഗുഡ്സ് വിറ്റാൽ കൺസൈനി, നിങ്ങൾ ഗുഡ്സ് വിറ്റാൽ എൻ്റെ അക്കൗണ്ടിലല്ലേ വരുന്ന കാശ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു അല്ലെങ്കിൽ പിന്നെ കടത്തിനാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനർ അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത് അല്ലയോ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. സെയിൽസ് എക്സ്പെൻസസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു കൺസൈനി, എന്നിട്ടത് പീരിയോഡിക്കലായിട്ട് കൺസൈനറായി എനിക്ക് അയച്ചു തരുന്നു. നിങ്ങൾ എനിക്ക് കൃത്യമായി പീരിയോഡിക്കലി എത്ര രൂപയുടെ സാധനം വിറ്റു, എത്ര ക്വാണ്ടിറ്റിയിൽ വിറ്റു, അതിനെക്കുറിച്ചുള്ള കമ്മീഷനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങൾ അയച്ചു തരുന്നു. ഓക്കെ, അതിന് പറയുന്ന പേരാണ് അക്കൗണ്ട് സെയിൽസ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. വെറും 2 ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. കോസ്റ്റിങ്ങിൻ്റെ ഒരു ടോപ്പിക്കും കൺസൈൻമെൻറ്റിൻ്റെ ഒരു ടോപ്പിക്കും. ഇതിനകത്തുനിന്ന് തന്നെ ഇനിയിപ്പം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിലും ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിലും ചോദ്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇപ്പം നിങ്ങൾക്കായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ് പുതിയ കാര്യം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ബേസിക്കലി ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആയാലും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും പിന്നെ ഏതൊക്കെ എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യും, ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡെബിറ്റ് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഷെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കൃത്യമായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് അവലോകനം ചെയ്ത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ പലരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ മാത്സിന് സമയം കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. നിങ്ങൾ അത്ര നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക, കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നമ്മൾ രക്ഷപ്പെടും. മനസ്സിലായ? എന്തായാലും കഷ്ടപ്പെടുന്നവരെ ഒരിക്കലെങ്കിലും ദൈവം കണ്ണു തുറക്കാതിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണും വരെ വണക്കം. അപ്പം നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഈ വരുന്ന എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാം എഴുതാൻ പറ്റട്ടെ. ഓരോ ടോപ്പിക്കിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മാക്സിമം ക്ലാസ്സുകൾ ഈ എക്സാമുകൾ ഓരോ എക്സാമുകളുടെ ഇടയ്ക്ക് നമുക്ക് വരാം, കാണാം, സംസാരിക്കാം. അപ്പം നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ,
കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എക്സാമുകൾ എഴുതുക. ഇതുപോലെ ഓരോ ടോപ്പിക്കുകളെയും നിങ്ങൾ എടുത്ത് വിശകലനം ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇതിനകത്ത് തന്നെ ഇപ്പം പ്രൈം കോസ്റ്റ്, മാർജിനൽ ടൈപ്പ് ഓഫ് കോസ്റ്റിങ്, ഈ സംഭവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇത് ചോദിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത് വേറൊണ്ണമായിരിക്കും. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ചോദിക്കുന്നു, ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, ചില ക്വസ്റ്റ്യൻസൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതെന്ത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്, അങ്ങനെയൊക്കെ ഇംപ്ലിസിറ്റ് കോസ്റ്റ്, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഇംപ്ലിസിറ്റ് കോസ്റ്റും എക്സ്പ്ലിസിറ്റ് കോസ്റ്റും. ഡിപ്രീസിയേഷൻ തൊട്ട് മുമ്പിലത്തെ എക്സാമിനും ചോദിച്ചു, ഡിപ്രീസിയേഷൻ എന്ത് കോസ്റ്റാണ്? ഇംപ്ലിസിറ്റ് കോസ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഈ വരുന്ന പരീക്ഷ ഏറ്റവും നന്നായിട്ട് എഴുതി മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ശരി ഡിയേഴ്സ്.